നമസ്കാരം, വെൽക്കം ടു ഗ്രോത്ത് ടോക്സ്. നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു വലിയ പ്രശ്നമാണ് ഇന്ന് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ. ലൈഫിൽ സ്റ്റക്ക് ആവുക, കരിയറിൽ സ്റ്റക്ക് ആവുക, കോൺഫിഡൻസ് ഇല്ലായ്മ, പേടി, ഡിപ്രഷൻ, നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ. ഇത് ഇന്ന് ഒരുവിധം എല്ലാവരെയും അലട്ടുന്ന പ്രശ്നമാണ്. പക്ഷേ ഇതിനെ അതിജീവിക്കാതെ നമുക്ക് കരിയറിൽ അല്ലെങ്കിൽ ലൈഫിൽ ഒരു ഗ്രോത്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. ഇന്നത്തെ ഗ്രോത്ത് ടോക്സ് അതിനെക്കുറിച്ചാണ്. എൻ്റെ കൂടെയുള്ളത് ഡോക്ടർ ലിസി ഷാജഹാൻ. അദ്ദേഹം ഈ ഒരു മേഖലയിൽ വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള, ഒരുപാട് കാലത്തെ റിസർച്ചും സർട്ടിഫിക്കേഷൻസും ഒരുപാട് കോഴ്സുകൾ, ഈവൻ സ്വന്തമായിട്ട് പോലും ഒരുപാട് മൊഡ്യൂൾസ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു എക്സ്പേർട്ടാണ്. അപ്പോൾ നമുക്ക് ഡോക്ടർ ലിസിയോട് ചോദിക്കാം, എങ്ങനെ നമുക്ക് ലൈഫിൽ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കും, അതിന് എന്തൊക്കെ ഓപ്ഷൻസ് നമുക്കിവിടെ ഇപ്പോൾ അവൈലബിൾ ആണെന്നുള്ളത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഡോക്ടർ ലിസി ഷാജഹാൻ, വെൽക്കം ടു ഗ്രോത്ത് ടോക്സ്. താങ്ക് യു സോ മച്ച്. ഇന്ന് നമ്മൾ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്, ഇൻട്രസ്റ്റിംഗ് എന്നതിനേക്കാൾ ഉപരി ഏറ്റവും ആവശ്യമുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഒന്ന് താങ്കളെ കുറിച്ച് അറിയണമെന്നുണ്ട്, ഒന്ന് പരിചയപ്പെടാം. ഞാൻ ഡോക്ടർ ലിസി ഷാജഹാൻ. ഞാനൊരു സൈക്കോളജിസ്റ്റാണ്, ഒരു ലൈഫ് കോച്ചാണ്, സെലിബ്രിറ്റി കോച്ചാണ്, എൻ്റെ ഓതറാണ്. അപ്പോൾ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നൊരു സൈക്കോളജിസ്റ്റ് ആയിട്ടാണ്. ദെൻ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി ഇൻ ബിറ്റ്വീൻ ഞാൻ കുറച്ചു കാലം ഗവൺമെൻറ് സർവീസിൽ വർക്ക് ചെയ്തു. അതിനുശേഷം ലൈഫ് കോച്ചായി. കുറേ വർഷങ്ങൾ കടന്നു പോയപ്പോൾ ലൈഫ് കോച്ചുമാരെ ക്രിയേറ്റ് ചെയ്യുന്നത് ആവശ്യമാണെന്ന് തോന്നി. കാരണം അത്രയും ബിസി ആയിട്ടുള്ള ഒരു സ്കെഡ്യൂളിലേക്ക് ഞാൻ തന്നെ വന്നുപെട്ടു. മാത്രമല്ല ഒത്തിരി ചാൻസ്, ഓപ്പർച്യൂണിറ്റി ഈ ഒരു മേഖലയിൽ ഉണ്ടെന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം അങ്ങനെ ഒരു അക്കാഡമി സ്റ്റാർട്ട് ചെയ്തു. ഇൻ ബിറ്റ്വീൻ സെലിബ്രിറ്റി കോച്ചിങ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 300-ലധികം സെലിബ്രിറ്റീസിന് കോച്ചിങ് കൊടുക്കാനുള്ള ഭാഗ്യമുണ്ടായി. 30,000-ലധികം സ്ത്രീകളെ ബ്യൂട്ടി പേജന്റിൽ ഗ്രൂമിങ്ങും, സൈക്കോളജിക്കൽ ഗ്രൂമിങ്, അതുപോലെ ഓഡിഷൻ ആൻഡ് ഫിനാലെ ജഡ്ജിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഭാഗ്യമുണ്ടായി. 3 പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തു. ഇതാണ് എന്നെക്കുറിച്ചുള്ളത്. ഒരു മിനിറ്റിലാണെങ്കിലും ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ? നൈസ്. സോ എനിക്ക് 2 കാര്യങ്ങൾ ഇതിനകത്ത് സ്ട്രൈക്ക് ചെയ്തു. ഒന്ന്, ലൈഫ് കോച്ചസിനെ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സിലേക്ക് വരാൻ കാരണം അത്രയും മാർക്കറ്റിൽ ആൾക്കാർക്ക് സപ്പോർട്ട് വേണം എന്നുള്ളതാണ് അല്ലേ? എന്ന് പറഞ്ഞാൽ അത്രയും പേര് ഈ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതോടൊപ്പം സെലിബ്രിറ്റി കോച്ചിങ് എന്ന് പറഞ്ഞാൽ സെലിബ്രിറ്റികൾക്കും ഈ സെയിം പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, സെലിബ്രിറ്റീസും ഹ്യൂമൻ ബീയിങ് ആണ്. യഥാർത്ഥത്തിൽ മാനസിക പ്രശ്നമൊന്നും മാത്രമല്ല പറയാനുള്ളത്. അപ്പൊ നമ്മൾ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകണമെങ്കിൽ ഒരു ഹെൽപ്പ് വേണം. ആക്ഷൻ എടുക്കണമെങ്കിലും ഒരു ഹെൽപ്പ് വേണം. കാര്യം ഇന്ന് പഴയതുപോലെയല്ല. നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ സാമൂഹ്യ സ്ഥിതി ഒരുപാട് മാറിയില്ലേ? പണ്ട് കൂട്ടുകുടുംബമൊക്കെ ആയിരുന്നു. അപ്പൊ ആരെങ്കിലും ഒക്കെ ഹെൽപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ചെയ്യൂ, അല്ലെങ്കിൽ ഇത് നിനക്ക് നല്ലതാണെന്ന് പറയാൻ അങ്കിളോ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സോ റിഫ്ലക്ട് ചെയ്യാൻ ആളുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് സിംഗിൾ ഫാമിലിയാണ്. അച്ഛനും അമ്മയും രണ്ടുപേരും വർക്കിംഗ് പാരന്റ്സ് ആയിരിക്കും. അപ്പൊ ഇന്നത്തെ യങ് ജനറേഷനും അല്ലെങ്കിൽ ഇന്നൊരു 30s-ലും 40s-ലും ഉള്ള ആളുകളും ഒക്കെ ഐഡന്റിഫൈ അല്ലെങ്കിൽ അവർ റിയലൈസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോകാൻ ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരു കാര്യമാണ്. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ലോകത്തുനിന്ന് ആളുകൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന 3 പ്രശ്നങ്ങളാണ്. ഒന്ന്, ക്ലാരിറ്റി ഇല്ലായ്മ, ലാക്ക് ഓഫ് ക്ലാരിറ്റി. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ആരെന്നെ ഹെൽപ്പ് ചെയ്യും, എവിടെയാണ് ഞാൻ മാറേണ്ടത്? കാരണം മാറ്റം അനിവാര്യമാണ്. അപ്പൊ അതാണൊന്ന്. രണ്ടാമത്തെ, ലാക്ക് ഓഫ് കറേജ്. കാരണം പല കാരണങ്ങൾ കൊണ്ട് കറേജ് ഇല്ലാതെ വരാം അല്ലേ? ആത്മവിശ്വാസം ഇല്ലാത്ത ഒരു പ്രശ്നമല്ലേ? അതുപോലെ ഫിയർ വേറൊരു പ്രശ്നം. സംശയങ്ങളുണ്ട്. നമ്മുടെ ബിലീഫ് സിസ്റ്റത്തിൽ തന്നെ നമുക്ക് ലിമിറ്റിംഗ് ചെയ്തു വെക്കും. എനിക്ക് പറ്റില്ല, എനിക്ക് അല്ലെങ്കിൽ ഞാൻ ഈ ഒരു കാര്യത്തിന് ഡിസർവിങ് അല്ല, എനിക്ക് വലിയ ബിസിനസ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും. ഒരു സ്ത്രീ എങ്ങനെ ബിസിനസ് ചെയ്യും, ഇങ്ങനെയൊക്കെ ചിന്തിക്കും അല്ലേ? അതേപോലെ തന്നെ വലുതായിട്ട് ചിന്തിക്കാൻ പറ്റില്ല. ഇപ്പം ഓണ്ടർപ്രണർഷിപ്പിലേക്ക് വരുമ്പോഴോ അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് വരുമ്പോഴോ ചിലർ കണ്ടിട്ടില്ലേ, എത്ര ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിലും അവർ വലുതാകുന്നില്ല. അവർ ആ ഒരു കുറച്ചൊരു ലൊക്കാലിറ്റിയിൽ മാത്രമേ ഒരു ബിസിനസ് ചെയ്യൂ. ചിലപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് ഇന്റർനാഷണലി പോവുകയാണെങ്കിൽ അവർക്ക് മില്യൺസ് ഓഫ് ഡോളേഴ്സ്, പക്ഷെ അവർ ചിന്തിക്കത്തില്ല. അത് കറേജ് ഇല്ലാത്തത് കൊണ്ടാണ്. വലുതായി ചിന്തിക്കാനുള്ള കറേജ് ഇല്ല. മൂന്നാമത്തെ പ്രശ്നം കൺസിസ്റ്റൻസി ഇല്ല. അത് എപ്പോഴും പറയുന്നത്, സുബ്രൽ എപ്പോഴും പറയുന്ന കാര്യമാണ്. ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗിലാണെങ്കിലും ഏതിലും കൺസിസ്റ്റൻസി ഇസ് ദ കീ. നമ്മൾ കുറച്ച് കഴിയും ഗിവ് അപ്പ് ചെയ്യും. അപ്പൊ ഈ 3 പ്രശ്നങ്ങളും ആളുകൾക്കുള്ളിടത്തോളം കാലം ഒരു ലൈഫ് കോച്ചിന്റെ സേവനം അവിടെ അത്യാവശ്യമാണ്. പുറത്തു നിന്ന് കൈ പിടിച്ചുയർത്തുന്ന ഒരാൾ, അതാണ് ലൈഫ് കോച്ച് അല്ലെ? കൈ പിടിച്ചുയർത്തുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് കോച്ചിങ്ങും മെന്ററിങ്ങും ഡിഫറെന്റ് ആണ്. അപ്പൊ പറയുമ്പോൾ നമുക്ക് കോച്ചിങ് ഉണ്ട്, തെറാപ്പി ഉണ്ട്, കൗൺസിലിംഗ് ഉണ്ട്. ആളുകൾക്ക് അങ്ങനെയൊക്കെ ഒരു കൺഫ്യൂഷൻ വരും. ഇതെല്ലാം ഡിഫറെന്റ് ടൈമാണ്. ഈ കോച്ചിങ് കൗൺസിലിംഗ് ആണ് ഏറ്റവും കൂടുതൽ കൺഫ്യൂസിംഗ് ആവുന്നത് ചിലർക്ക്. ഇപ്പൊ ഞാനൊരു സൈക്കോളജിസ്റ്റ് കൂടെ ആയതുകൊണ്ട് ഇനി ഞാൻ ചെയ്യുന്ന കോച്ചിങ് സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവിലാണോ വിചാരിക്കും. ഇൻഫാക്ട് ഈ
കൗൺസിലിംഗ് എന്ന് പറയുന്നത് തെറാപ്പി എന്നൊക്കെ പറയുന്നത് പാസ്റ്റിലുള്ള ഒരു ഇഷ്യൂ അല്ലെങ്കിൽ നമ്മളെ ഇപ്പോൾ ട്രിഗർ ചെയ്യുന്ന ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യുന്ന ഒരു പ്രോബ്ലം സോൾവിങ് മെത്തഡോളജിയാണ്. പ്രോബ്ലം സോൾവ് ചെയ്യാനും ഡിഫറെന്റ് മെത്തേഡ്സും ടൂൾസും അപ്ലൈ ചെയ്യും. പക്ഷെ കോച്ചിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾ അബൌട്ട് ലുക്കിംഗ് ഫോർവേഡ്. ഫ്യൂച്ചർ എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, നല്ല ഫ്യൂച്ചർ, അവരാഗ്രഹിക്കുന്ന ഫ്യൂച്ചർ, ഒരാൾ ആഗ്രഹിക്കുന്ന ഒരു ഫ്യൂച്ചർ എങ്ങനെ അവിടേക്ക് എത്താം, അതാണ് കോച്ചിങ്. ശരിക്കും കൗൺസിലിംഗും കോച്ചിങ്ങും കൂടെ ചേരുമ്പോഴാണ് ഒരു ട്രാൻസ്ഫോർമേഷൻ വരുന്നത്. പെർഫെക്റ്റ് ട്രാൻസ്ഫോർമേഷൻ അവിടെയാണ് വരുന്നത്. ഓക്കെ, നമുക്ക് ഈ ആക്ച്വലി പ്രോബ്ലത്തിനെ ഐഡന്റിഫൈ ചെയ്യണം എന്ന് തോന്നുന്നു. കാരണം ഞാൻ കൂടുതൽ കാണുന്നത് ആൾക്കാർ എന്തെങ്കിലും ഒരു തോന്നൽ വരുമ്പോൾ, ഇപ്പോൾ ഒന്ന് ഡിപ്രഷൻ വന്നു, അവർ നേരെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നു. അപ്പോൾ വേറെ എന്തെങ്കിലും സിംറ്റം ആയിരിക്കും അവർ സെർച്ച് ചെയ്യുന്നുണ്ടായിരിക്കുക. ആൻഡ് അറിയാലോ, ഞങ്ങളെപ്പോലുള്ള ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് ആ ട്രാക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു സെർച്ച് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് പിന്നെ അങ്ങനെ അതിലേക്ക് പോകും. ശരിയോ തെറ്റോ എന്ന് അറിയില്ല, ഇറ്റ്സ് പാർട്ട് ഓഫ് അവർ പ്രൊഫഷൻ. പക്ഷേ എനിക്ക് തോന്നുന്നു ഇവിടെ ആൾക്കാരുടെ അടുത്ത് നമുക്ക് പ്രോബ്ലത്തിനെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അതായത് എന്താണ് നെഗറ്റീവ് തോട്ട്സ്, എങ്ങനെ നമുക്ക് നെഗറ്റീവ് തോട്ട്സിനെ തിരിച്ചറിയാം, എങ്ങനെ ഡിപ്രഷനെ തിരിച്ചറിയാം, അതൊന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ. തീർച്ചയായിട്ടും നെഗറ്റീവ് തോട്ട്സ് എന്ന് പറയുന്നത് നമുക്ക് കൺസ്ട്രക്റ്റീവ് അല്ലാത്തതെല്ലാം നെഗറ്റീവ് തോട്ട്സ് ആണ്, കൺസ്ട്രക്റ്റീവ് അല്ലാത്തതല്ല. അപ്പൊ പോസിറ്റീവ് തോട്ട്സ് എന്ന് പറയുന്ന യഥാർത്ഥ ലൈഫ് കോച്ചിങ്ങിന്റെ പെർസ്പെക്റ്റീവ് പറയുകയാണെങ്കിൽ ഒരു ഗോളിലേക്ക് എത്താൻ സഹായിക്കുന്ന എല്ലാ തോട്ട്സും പോസിറ്റീവ് ആണ്. ഇനി അതിൽ നിന്ന് ഡിസ്ട്രാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗോളേ ഇല്ല, ആവശ്യമില്ലാത്ത ചിന്തകൾ, നമുക്ക് മൂവ് ചെയ്യാത്ത അല്ലെങ്കിൽ നമ്മളെ സ്റ്റാഗ്നന്റ് ആക്കുന്ന അങ്ങനത്തെ ചിന്തകളെല്ലാം നെഗറ്റീവാണ്. പക്ഷെ അവിടെ ഞാൻ കൂടുതൽ കണ്ടുവന്നിട്ടുള്ളത് ഈ നെഗറ്റീവ് ചിന്തകൾ റിയൽ ആണെന്നൊരു തോന്നലും, പോസിറ്റീവ് ചിന്തകൾ സ്വപ്നമാണെന്നൊരു തോന്നലും, റിയൽ വേൾഡ് അല്ലാത്തൊരു തോന്നലും അല്ലേ? അപ്പൊ ആൾക്കാർ കൂടുതൽ നെഗറ്റീവിനോട് സ്റ്റിക്ക് ഓൺ ചെയ്യുകയും ചെയ്യും. ഇതിനുള്ള പ്രശ്നം ഹ്യൂമൻ ബീയിങ്ങിന് ഇന്നേറ്റ് ഒരു നേച്ചറുണ്ട് നെഗറ്റീവിലേക്ക് പോകാൻ. കാരണം നമുക്കറിയാം കേവ് മെൻസാവ് ആ ഒരു കാലഘട്ടം മുതൽ ആളുകൾക്ക് വേണ്ട 3 കാര്യങ്ങളാണ്. അതായത് അന്നുള്ള ഹ്യൂമൻ ബീയിങ്ങിന് വേണ്ട 3 കാര്യങ്ങളാണ്. അതൊക്കെ ഷെൽട്ടർ വേണം, ഫുഡ് വേണം, അവർക്ക് ഒരു സെക്ഷൽ പാർട്ണർ വേണം. ഈ 3 കാര്യങ്ങൾ മാത്രമേ വേണ്ടൂ. അപ്പൊ ഇത് കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയം മുഴുവൻ ഇവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. കേവിന്റെ മുകളിലോ ട്രീയുടെ മുകളിലോ നോക്കിയിരിക്കുന്നത് എന്താണ്, ഏതെങ്കിലും ആനിമൽസോ അല്ലെങ്കിൽ ഇവനെക്കാളും സ്ട്രോങ്ങർ ആയിട്ടുള്ള വേറൊരാളോ വന്ന് ഇവനെ ആക്രമിക്കും എന്നുള്ളൊരു ഭയം. അപ്പൊ 24/7 അഡ്രിനാലിൻ സെക്രീഷനാണ് നടക്കുന്നത് ബ്രെയിനിൽ. അതേ ജീനിന്റെ പാർട്ടാണ് നമ്മളൊക്കെ. നമ്മളിപ്പോ റൂമുകളിൽ ഇവിടെ ഇരുന്നു അല്ലെങ്കിൽ ഹൈടെക് ആയിട്ടുള്ള ഓഫീസുകളിൽ ഇരുന്ന് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നു, നെഗറ്റീവിലേക്ക് നോക്കുന്നു. അപ്പൊ നമ്മൾ ഇവോൾവ് ചെയ്തു വന്ന ഒരു പ്രോസസ് ഉണ്ട്. അവിടെ കുറേയൊക്കെ ബ്രെയിൻ മാറി. അതായത് 60 lakhs ഇയേഴ്സ് കൊണ്ടാണ് ഈ ഇവോൾവിംഗ് പ്രോസസ്സ് വരുന്നത്. ഇപ്പൊ ലാസ്റ്റ് 100 years ആയിട്ടാണ് ഈ ഒരു പോസിറ്റിവിറ്റി, ഈ പോസിറ്റീവ് സൈക്കോളജി വന്നിട്ട് ഒരു 50-60 വർഷങ്ങളെ ആവുന്നുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ ചിന്തകൾ മാറാനും നമ്മൾ കുറച്ചുകൂടെ കൺസ്ട്രക്റ്റീവ് ആകാനും നമ്മൾ കുറച്ചുകൂടെ റിഫോം ചെയ്യാനും ട്രാൻസ്ഫോം ചെയ്യാനും പർപ്പസ്ഫുള്ളി നമ്മൾ ശ്രമിക്കാൻ തുടങ്ങിയത്. അതുകൊണ്ടാണല്ലോ ഈ പോസിറ്റീവ് തോട്ട്സും പോസിറ്റീവ് സൈക്കോളജിയും ഒക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾക്ക് വേണ്ടത് എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ പലർക്കും നെഗറ്റീവ് തോട്ട് പോകുന്നവർക്കിടയ്ക്ക് പ്രശ്നം വെച്ചാൽ അവർക്കൊരു ക്ലാരിറ്റി, ഒരു ഗോൾ ഇല്ല എന്നുള്ളതാണ്. ഈ ഗോൾ സെറ്റിങ്ങിനെ കുറിച്ച് ധാരാളം പറയും, മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ഒക്കെ ധാരാളം പറയും, ഒരുപാട് പറയുന്നതാണ് ഗോൾ സെറ്റിംഗ്. ഇൻഫാക്ട് ഇത് പറഞ്ഞ് അതിന്റെ ഒരു എന്താ പറയുക വാല്യൂ നഷ്ടപ്പെട്ടു പോയോ എന്നാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ഗോൾ ഉണ്ടാകുക എന്ന് പറയുന്ന ഒരു അത്യാവശ്യ കാര്യമാണ്. അത് 8ാം ക്ലാസ് എത്തുമ്പോഴേ നമുക്ക് കുട്ടികളിൽ കൊടുക്കണം. അപ്പൊ അതിലേക്ക് ഫോക്കസ്, അതിന് വേണ്ടിയിട്ട് അവര് മൈൻഡിനെ സെറ്റ് ചെയ്യാൻ തുടങ്ങും. അത് കുട്ടി വളരുന്ന അനുസരിച്ച് വ്യക്തികളിൽ ആ മാറ്റം ഉണ്ടാകും. അതിനുവേണ്ടി ചിന്തിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങും. ഇത് ചെയ്യാൻ പറ്റാതെ ഇപ്പം ചൈൽഡ്ഹുഡ് കഴിഞ്ഞു അത് യങ്ങായി അഡൾട്ട്ഹുഡിലേക്കൊക്കെ വരുമ്പോൾ ചില ആൾക്കാർ ഇതെല്ലാം ചെയ്ത് ലൈഫിൽ സക്സസ് ആവും, ചിലർക്ക് സക്സസ് ആവാൻ പറ്റുന്നില്ല. അപ്പൊ അവര് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് നെഗറ്റീവ് തോട്ട്സ്, എനിക്ക് പറ്റുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഇനി എപ്പോഴാണ് ഞാൻ സക്സസ് ആവുക, ഇങ്ങനെ ഒരു ഫിയർ എലമെന്റ് വരും, ഇൻസെക്യൂരിറ്റി വരും. അപ്പൊ അങ്ങനെയുള്ളവർക്കാണ് ഈ നെഗറ്റീവ് തോട്ട്സ് കൂടുതൽ വരുന്നത്. അപ്പൊ ഇവിടെ മനസ്സിലാക്കാനുള്ള ഏത് കാലത്തും ഏത് വ്യക്തിക്കും എന്തും നേടിയെടുക്കാൻ പറ്റും. കാരണം ഓരോ വ്യക്തിയിലും ആ തരത്തിലുള്ള ഹ്യൂമൻ പൊട്ടൻഷ്യൽ ഉണ്ട്. അത് റിയലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അവിടെ ഏജ് ഒന്നും ഒരു മാറ്ററേ അല്ല, അത് ജെൻഡർ ഒരു മാറ്റർ അല്ല, ഈവൻ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും മാറ്റർ അല്ല. മൈൻഡ് സെറ്റ് ഉണ്ടായാൽ മതി. അവർക്കൊരു വിൽ പവർ വേണം, മൈൻഡ് സെറ്റ് വേണം, ഒരു വിഷൻ വേണം, ഒരു ഗോൾ വേണം. ആർക്കും എപ്പോഴും അവരുടെ പൊട്ടൻഷ്യല് അൺലീഷ് ചെയ്ത് സക്സസിലേക്ക് എത്താമെന്നുള്ളതാണ്. ശരിക്കും ഈ മോട്ടിവേഷനും വിഷനും ഗോളും ആ ഒരു ഫോർമുല ഒരുപാട് കേട്ട് ഇതൊക്കെ കുറെ കേട്ടിട്ടുണ്ട് എന്നൊരു ആറ്റിറ്റ്യൂഡിലാണ് പൊതുവെ ആൾക്കാർ പോകുന്നത്. പക്ഷെ പേഴ്സണലി ട്രാൻസ്ഫോർമേഷനിലേക്ക് ഒരാൾ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആ കാല് വെക്കുമ്പോൾ അഗൈൻ ഈ ഫോർമുലയിലേക്കാണ് അവർ വരുന്നത്. അപ്പൊ അവരത് ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഉറപ്പായിട്ടും. കാരണം അവർ റിയലൈസ് ചെയ്യും. ക്ലാരിറ്റി എന്ന് പറയുമ്പോൾ അവർക്ക് എവിടെയോ എത്തണം.
അതെ. അപ്പോൾ അവർക്കത് അറിയില്ല. ഇപ്പോൾ കോച്ചിങ്ങിന് പെർസ്പെക്റ്റീവ് പറയുകയാണെങ്കിൽ നമ്മുടെ അടുത്ത് വരുന്ന ഒരാൾ പറയാണ് എനിക്ക് എന്തെങ്കിലുമൊക്കെ ആകണം, ലൈഫിൽ എന്തെങ്കിലും ആകും, നിങ്ങൾക്ക് എന്താണ് ആകാൻ പറ്റുക? അപ്പം നമ്മൾ അവരുടെ പാഷൻ ഐഡന്റിഫൈ ചെയ്ത് കൊടുക്കണം. ആദ്യം അവരുടെ എബിലിറ്റീസും സ്കിൽസും നമ്മൾ അക്നോളജ് ചെയ്യും. അതെന്ന് പറഞ്ഞാൽ സോട്ട് അനാലിസിസ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സിലാണ്. സ്ട്രെങ്തും വീക്ക്നെസ്സും ഐഡന്റിഫൈ ചെയ്യും, അവരുടെ സെൽഫ് അവയർനെസ് ഉണ്ടാക്കും. അപ്പോൾ ഓരോ വ്യക്തിക്കും പൊട്ടൻഷ്യൽ ഉണ്ടല്ലോ, സ്കില്ലുണ്ട്. അപ്പോൾ അവർക്ക് എന്തൊക്കെ പറ്റും, എന്തൊക്കെ പറ്റില്ല എന്നുള്ളൊരു ബോധ്യം അവർക്ക് തന്നെ കൊടുക്കും. ദെൻ ആ പാഷൻ ഐഡന്റിഫൈ ചെയ്യുന്നു, ആ പാഷനെ നമുക്കൊരു കരിയർ പ്രൊഫഷൻ ആക്കാൻ പറ്റുമോ എന്ന് നോക്കുന്നു, അതിനെ മോണിറ്റൈസ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുന്നു. അതൊരു വേ ആണ്. അപ്പോൾ അതുപോലെ തന്നെ ആ ഒരു ജേണിയിൽ കുറേ സ്കിൽ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് വേണം, സ്കിൽ സെറ്റ് വേണം. അപ്പോൾ അവരുടെ ഫിസിക്കൽ, മെൻ്റൽ, ഇമോഷണൽ, സ്പിരിച്വൽ മേഖലയിൽ കുറേ ട്രാൻസ്ഫോർമേഷൻ വേണം. ഇതെല്ലാം അടങ്ങുന്നതാണ് കോച്ചിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ മാറാൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്സുണ്ടായാൽ മാത്രം മതി. ശരിക്കും എനിക്ക് തോന്നുന്നു, അതായത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, നല്ല മോട്ടിവേഷൻ സ്പീക്കേഴ്സ് അല്ലെങ്കിൽ മോട്ടിവേറ്റേഴ്സ് എപ്പോഴും ഒരു ബാഡ് ഹിസ്റ്ററി ഉള്ള ആൾക്കാരാണ്. വളരെ മോശമായ ഒരു ടൈമിലൂടെ കടന്ന് മാറ്റം കൊണ്ടുവന്ന് സ്വയം അതിൽ കൺവിൻസ്ഡ് ആയി ആ കൺവിക്ഷനാണ് അവരെ പിന്നീട് മോട്ടിവേറ്റർ ആക്കി മാറ്റുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാഡ് തിങ്സ് ഹാപ്പനിങ് ഇൻ യുവർ ലൈഫ് ഈസ് എ ചാൻസ് ടു ഇവോൾവ്. യെസ്, ഓഫ് കോഴ്സ്, 100%. നമ്മൾ ഹിസ്റ്ററി തന്നെ എടുത്ത് നോക്കിയാൽ അറിയാം, എല്ലാ പ്രോഫിറ്റ്സും അല്ലെങ്കിൽ എല്ലാ ചേഞ്ച് മേക്കേഴ്സും ഇങ്ങനെയുള്ള ഒരു ഹാർഡ്ഷിപ്പിലൂടെ കടന്നുപോയവരായിരിക്കും. കാരണം ദേ എക്സ്പീരിയൻസ്ഡ് സംതിങ്. ആ എക്സ്പീരിയൻസ് ആണ് അവർ ഇവോൾവ് ചെയ്ത പ്രോസസ്സിലേക്ക് എത്തുന്നത്. അപ്പൊ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് വിസ്ഡം എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് എത്തുക. നമുക്ക് നോളജ് എല്ലായിടത്തും പ്രാക്ടിക്കൽ നോളജ് കിട്ടുന്നില്ല, അതാണ് വിസ്ഡം എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മളുടെ അനുഭവങ്ങളിൽ നിന്നും കൂടി ഉരുത്തിരിഞ്ഞു വരുന്നൊരു സാധനമാണ്. അങ്ങനെ ഉള്ളവർക്കാണ് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ കഴിയുക. ഈ പുസ്തകം വായിച്ചിട്ടുള്ള മോട്ടിവേഷൻ ഒന്നും എക്സിസ്റ്റ് ചെയ്യത്തില്ല ലോങ് റൺ. അതെ അതെ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബൈ ഡിഫോൾട്ട് മനുഷ്യൻ നെഗറ്റീവ് പാറ്റേണിൽ തിങ്ക് ചെയ്യുന്ന ഒരു കൂട്ടത്തിലുള്ളതാണ്. അതിൽ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകങ്ങൾ ലൈഫ് സ്റ്റൈൽ ഉണ്ടായിരിക്കാം, ഫാമിലി ഹിസ്റ്ററി ഉണ്ടായിരിക്കാം, അല്ലെ? അങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മളുടെ നെഗറ്റിവിറ്റിയെ കൂട്ടാൻ ചാൻസ് ഉണ്ട്. ഇതിനെ പോസിറ്റീവ് ആക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ്. പക്ഷെ ചില സമയങ്ങളിൽ നമുക്ക് അതിനൊരു എക്സ്റ്റേണൽ സപ്പോർട്ട് വേണ്ടി വരും, അല്ലെങ്കിൽ നമുക്ക് ആ രീതിയിൽ നമ്മളെ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റണം. യെസ്, ഇതിനകത്ത് പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് എന്ന് പറയുന്ന ഒരു കാര്യം അത് റിലേറ്റീവ് ആണ്. ഒരേ സാഹചര്യത്തിൽ വരുന്ന രണ്ട് കുട്ടികൾ, ഒരേ ചിലപ്പോൾ രണ്ടുപേരും വൾണറബിലിറ്റിയിൽ എക്സ്പീരിയൻസ് ചെയ്ത് വരുന്ന രണ്ട് കുട്ടികളായിരിക്കും. എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു മദ്യപാനിയായ ഒരു അച്ഛൻ, ഡിസ്ഫങ്ഷണൽ ഫാമിലി, അവിടെ വളർന്ന രണ്ട് കുട്ടിയിൽ ഒരു കുട്ടി വളരെ സക്സസ്ഫുൾ ആവും, ഒരാള് അച്ഛനെ പോലെയോ അല്ലെങ്കിൽ ഒരു വൾണറബിൾ സ്റ്റേജിലേക്ക് പോകും. ഈ എൻവയോൺമെന്റ് എങ്ങനെ ആ കുട്ടി ചൂസ് ചെയ്യുന്നു എന്നുള്ളത് അവർ ക്രിയേറ്റ് ചെയ്തൊരു സ്ക്രിപ്റ്റ് ഉണ്ട്. അപ്ബ്രിങ്ങിന്റെ പാർട്ടായിട്ട് അവര് ബ്രെയിനിലേക്ക് ഹോൾഡ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്, മെമ്മറീസ്, പെർസെപ്ഷൻസ്, സ്ക്രിപ്റ്റ്, ഇതെല്ലാം അവരുടെ മൈൻഡ് കിടപ്പുണ്ട്. പക്ഷെ ഇത് നമ്മൾ എങ്ങനെയാണ് അതിനെ യൂസ് ആക്കുന്നത്? ഇത് ചിലപ്പോൾ ചിലർ ഇത് നല്ലൊരു സ്റ്റഫായിട്ട് വളരാനുള്ള ഒരു ഡ്രൈവായിട്ട് യൂസ് ചെയ്യും, ചിലർ പക്ഷേ പോസിറ്റീവായിട്ട് യൂസ് ചെയ്യും. പോസിറ്റീവ് നെഗറ്റീവ് എല്ലായിടത്തും ഉണ്ട്. അപ്പം കംപ്ലീറ്റ് പോസിറ്റീവ് ആയിരിക്കാനെന്ന് ഞാൻ ആരോടും പറയില്ല. സോ യു ഹാവ് ടു ഐഡന്റിഫൈ വാട്ട് ഈസ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. പിന്നെ നമുക്ക് വേണ്ടതിലേക്ക് ഓപ്റ്റ് ചെയ്യുക, അതാണ് പോസിറ്റിവിറ്റി. നമുക്ക് എത്തേണ്ട സ്ഥലത്തേക്ക് വേണ്ടിയിട്ടുള്ള ആ റൂട്ട് മാപ്പ് കറക്റ്റ് ചെയ്യുക, അതിനുവേണ്ടി വർക്ക് ചെയ്യുക, അവിടെ ഫോക്കസ് കൊടുക്കുക, ഡിറ്റർമിൻഡ് ആയിരിക്കുക, അവിടെ കമ്മിറ്റഡ് ആയിരിക്കുക, എത്തേണ്ട സ്ഥാനത്ത് എത്തുക. അതാണ് യഥാർത്ഥത്തിൽ പോസിറ്റിവിറ്റി എന്ന് പറയുന്നത്. ആക്ച്വലി ഡിപ്രഷൻ എന്താ? ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ പല കാരണങ്ങൾ കൊണ്ട് വരാം. അത് പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഒരു മൂഡ് സ്വിംഗ്, അതായത് ഒരു നമ്മളൊരു ലോ മൂഡിലേക്ക് പോവാം. ഒരു 6 months പ്രൊലോങ് ചെയ്യണം ആ ഒരു അവസ്ഥ, എന്നാലാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 2-3 ദിവസം നമുക്കൊരു മൂഡ് അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഒരു സങ്കടം ഡൗൺ ആയിരിക്കുക, അതിന് ഡിപ്രഷൻ എന്ന് പറയണ്ട. ഇപ്പൊ എല്ലാവരും ഇത് യൂസ് ചെയ്യുന്ന ഒരു ടൈമാണ് ഡിപ്രഷൻ. അതിന് ജനറ്റിക്കൽ റീസൺ ഉണ്ടാകാം, അതായത് ഹോർമോണൽ ഇഷ്യൂസ് ഉണ്ടാകാം. സ്ത്രീകളെ സംബന്ധിച്ച് ഹോർമോണൽ ഇംബാലൻസസ് വരാം. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ചെറിയൊരു മൂഡ് സ്വിംഗ് വന്നാലും ആൾക്കാർ യൂസ് ചെയ്യുന്ന വേർഡ് ഡിപ്രഷൻ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? ഇത് 3 ദിവസത്തെ കുഞ്ഞ് ഡിപ്രഷൻ ആണോ, അതോ അത് വേറെയാണോ? എന്താണ് നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടേംസ്? നമ്മളെപ്പോഴും നമ്മുടെ തോട്ടിനെ ഒബ്സർവ് ചെയ്യണം. ഇപ്പൊ ഇങ്ങനെ ഒരു ലോ മൂഡിലാണ് ഇരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അപ്പം 2-3 ദിവസമായിട്ട് ഒരു എനർജി ഇല്ല, ഒരു എന്തൂസിയാസം ഇല്ല, വർക്ക് ചെയ്യാൻ ഒരു സുഖമില്ല,
നമ്മൾ പറയല്ലേ എനിക്ക് വർക്ക് ചെയ്യാനൊരു മൂഡില്ല എന്ന് പറയില്ലേ, അപ്പൊ എത്ര ദിവസം ഇത് പോകുന്നു, ഇതിന്റെ റീസൺ എന്താണെന്ന് നമ്മൾ അനലൈസ് ചെയ്യണം. എന്ന് മുതലാണ് തുടങ്ങിയത്? ചിലപ്പോൾ ഏതോ ഒരു ട്രിഗറിങ് ഫാക്ടർ ആയിരിക്കും. പക്ഷേ ഇത് ഈ ഒബ്സർവ് ചെയ്യാന്ന് പറഞ്ഞ എല്ലാവർക്കും പറ്റാത്തൊരു കാര്യം. തീർച്ചയായിട്ടും. പക്ഷെ ഒരു ചിലപ്പോൾ 2 ആഴ്ച മുമ്പ് വന്ന ഒരു പരാജയമായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഡ്രീം നമുക്കുണ്ടായിരുന്നു, അത് പോയതായിരിക്കും, ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് പോലും ആയിക്കോട്ടെ. അപ്പൊ അതാണ് റീസൺ എന്ന് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ യു നീഡ് ടു ഓവർകം ദാറ്റ്. നമുക്ക് തന്നെ ഓവർകം ചെയ്യാൻ പറ്റും. ബോഡി മൂവ്മെന്റ്, വാക്കിങ്ങിലൂടെ, എക്സസൈസിലൂടെ, നല്ല അസോസിയേഷനിൽ, കൂട്ടുകാരടുത്ത് ആരോഗ്യത്തിൽ. ദ ബെസ്റ്റ് വേ എന്ന് പറഞ്ഞാൽ ടു ഷെയർ സംബഡി. കോൺഫിഡൻഷ്യാലിറ്റിക്ക് ഉള്ള ഒരാൾ നല്ല ബെസ്റ്റ് ഫ്രണ്ടിനോട് ഷെയർ ചെയ്താൽ മതി, ഈ പ്രശ്നമുണ്ട് എനിക്ക്, ഞാനിങ്ങനെ ഒരു ഡിലമയിലാണ്, എന്നെ ഒന്ന് ഹെൽപ്പ്. അപ്പം നമ്മൾ പറയുമ്പോൾ തന്നെ അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, ഐഡിയാസ് കിട്ടും. ഇനി ഒന്നും പറ്റുന്നില്ല, ഒരു 3-4 ആഴ്ചയായിട്ട് ഇങ്ങനെ തന്നെയാണ് പോകുന്നതെങ്കിൽ നമ്മളൊരു സീരിയസ് ആയിട്ട് അതിനെ എടുക്കണം. സീരിയസ് ആയിട്ട് എടുത്ത് ഡിപ്രഷൻ മരുന്ന് മെഡിക്കേഷൻസ് എടുക്കാതെ പോകാൻ പറ്റുന്ന നിരവധി മാർഗങ്ങളുണ്ട്. എക്സസൈസ് ഒരു മാർഗമാണ്, കണക്റ്റിംഗ് വിത്ത് നേച്ചർ, ഇപ്പോൾ നമ്മൾ പുറത്തേക്കൊക്കെ ഒന്ന് നടക്കുക, സോഷ്യലൈസ് ചെയ്യുക വേറൊരു മാർഗമാണ്, നല്ല ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുക ഒരു മാർഗമാണ്, കോമഡി സീരിയലുകളോ അത് കാണുക നല്ലൊരു മാർഗമാണ്. അങ്ങനെ കുറേ കാര്യം. എന്നിട്ടും പറ്റുന്നില്ല, ഒരു 2-3 മന്ത്സ് ഇതുപോലെ തന്നെയാണ്. അത് നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിനെ ബാധിക്കുന്നു, നമ്മുടെ ഇപ്പോൾ ജോബിനെ ബാധിക്കുന്നു, റിലേഷൻഷിപ്പിനെ ബാധിക്കുന്നു. നമുക്ക് മുന്നോട്ട് ഒട്ടും പോകാൻ പറ്റുന്നില്ലെങ്കിൽ യു ഹാവ് ടു മീറ്റ് എക്സ്പെർട്ട്. അതാണ് വേണ്ടത്. അപ്പൊ ഒരു ലൈഫ് കോച്ച് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ലൈഫ് കോച്ച് നല്ല ആക്ഷൻ എടുക്കാൻ ഹെൽപ്പ് ചെയ്യും, പോസിറ്റീവ് ആക്ഷൻ എടുക്കാൻ. ഫാദർ ഓഫ് ഓൾ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ആക്ഷനാണ്. ഈ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് എല്ലാം പറയും അല്ലേ, മോട്ടിവേഷൻ നമ്മൾ ഡെയിലി കാണുന്ന മോട്ടിവേഷൻസ് അവർ നല്ലതാണ്, മോശമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ എത്ര പേര് ആക്ഷൻ എടുക്കാൻ സഹായിക്കുന്നു? ആക്ഷനിലാണ് റിസൾട്ട് ഉണ്ടാകുക. നമ്മൾ അവരെ കൊണ്ട് ആക്ഷൻ എടുപ്പിക്കുകയാണ് ചെയ്യുന്നത്, നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് മൂവ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ക്ലാരിറ്റി കൊടുക്കുന്നു, കറേജ് കൊടുക്കുന്നു, കൺസിസ്റ്റൻസി കൊടുക്കുന്നു. ഇപ്പോൾ ക്ലാരിറ്റി എന്ന് പറയുന്നത് ഒരു ഏരിയയിൽ മാത്രമല്ല, അവിടെ ഹെൽത്ത്, വെൽത്ത്, ഫിനാൻഷ്യൽ, റിലേഷൻഷിപ്പ്, മണി, പേഴ്സണൽ ഡെവലപ്മെൻറ്റ്, സ്പിരിച്വാലിറ്റി, കോൺട്രിബ്യൂഷൻ, ടൈം, ഇതിനെല്ലാത്തിനും ക്ലാരിറ്റി, ഒരു 8 ഏരിയയിലെങ്കിലും ക്ലാരിറ്റി കൊടുക്കണം. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയുന്ന ഒരാളായിരിക്കണം ലൈഫ് കോച്ച്. കറക്റ്റ്. ഇതെല്ലാം മനസ്സിലാക്കി. ഇപ്പോൾ എല്ലാ ഏരിയ, ഇപ്പോൾ ഫിനാൻഷ്യൽ ഏരിയ നമുക്ക് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ ഹൗ ടു ഏൺ മണി, ഹൗ ടു സേവ് മണി, ഹൗ ടു ഇൻവെസ്റ്റ് മണി ആൻഡ് റീഇൻവെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെ, ഈ 4 കാര്യങ്ങൾ പറയണം. അതിൽ ഏറ്റവും പ്രധാനമാണ് ഏൺ മണി. മണിയെ കുറിച്ച് ഒരു നെഗറ്റീവ് സ്ക്രിപ്റ്റ് ഉള്ള ഒരാൾക്ക് ഒരിക്കലും മണി ഏൺ ചെയ്യാൻ പറ്റില്ല. അതായത് നമ്മളൊരാളോട് ചോദിച്ചു, ഈ അടുത്ത കാലത്ത് ഞാൻ എൻ്റെ ബാച്ചിലെ കുട്ടികളോട് ചോദിച്ചു, മന്ത്ലി നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു എമൗണ്ട് എത്രയാണ് നിങ്ങളുടെ മനസ്സിൽ? ഒരാൾ പറഞ്ഞ 30,000, ഒരാൾ പറഞ്ഞ 2 lakhs ആണ്. അതായത് അവരുടെ മൈൻഡിന്റെ ഫിനാൻഷ്യൽ സെറ്റ് പോയിന്റ് അത്രയേ ഉള്ളൂ. 30,000 പറഞ്ഞ ആൾക്ക് ഒരിക്കലും 50,000 ഏൺ ചെയ്യാൻ പറ്റില്ല until and unless he changed his financial set point. അത് ഉയർത്തണം, ആ ഡിസർവബിലിറ്റി ഉയർത്തണം. അത് അവിടെ തൊട്ട് നമ്മൾ തുടങ്ങണം, ആ ഫിനാൻഷ്യൽ ഏരിയയിൽ. അപ്പോൾ അവരുടെ മണിയുടെ സ്ക്രിപ്റ്റ് റോങ് ആണെങ്കിൽ അത് കറക്റ്റ് ചെയ്യണം. അവരുടെ മണിയുമായിട്ടുള്ള നെഗറ്റീവ് ബിലീഫ് ഉണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യണം. ഇതൊക്കെ അവിടെ ആ ക്ലാരിറ്റി അവിടെ വരുന്നു. ദെൻ ഹെൽത്തിൽ, ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത്. ദെൻ റിലേഷൻഷിപ്പിൽ എങ്ങനെ വേണം. ദെൻ റിലേഷൻഷിപ്പിൽ പ്രധാനമായിട്ടും നമുക്ക് യെസും നോ പറയുക, അല്ലെങ്കിൽ ബൗണ്ടറി സെറ്റ് ചെയ്യുക. ഇറ്റ്സ് ക്വൈറ്റ് ഡിഫിക്കൽട്ട് നോർമൽ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം. ദെൻ വെൽത്ത്, ദെൻ സ്പിരിച്വാലിറ്റി. ഇറ്റ്സ് നോട്ട് റിലീജിയസ്. നമ്മൾ പറയുമല്ലോ കുറച്ചുകൂടെ ദ ബെറ്റർ ലൈഫ്, അതിനകത്ത് ഇൻറ്റഗ്രിറ്റി, ഓണസ്റ്റി, ഗ്രാറ്റിറ്റ്യൂഡ്, ഫോർഗിവ്നെസ്, ഇതെല്ലാം ആ ഒരു ഇതിലാണ് വരുന്നത്. വാല്യൂസ് ആൻഡ് എത്തിക്സ് ആൻഡ് ഓൾ. ദെൻ നമുക്ക് വരുന്നത് പേഴ്സണൽ ഡെവലപ്മെന്റ്. ഇന്ന് പേഴ്സണൽ ഡെവലപ്മെന്റ് ഇല്ലാതെ പറ്റും, ഒരു ഏരിയയിലും പറ്റില്ല. ഒരു ലേണറാണ് കൂടുതൽ ഏൺ ചെയ്യുന്നത്. പേഴ്സണൽ ഡെവലപ്മെന്റ് ഒരു വളരെ മേജർ റോളുള്ളൊരു കാലഘട്ടമാണ് ഇപ്പോഴും നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ലൈഫ് കോച്ചിങ് ഇത്രയും ഇമ്പോർട്ടൻസ് വരുന്നത്. ശരിക്കും ഇന്ന് സർവൈവ് ചെയ്യണമെങ്കിൽ തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കണം ഓരോ നിമിഷവും. അതെ, ഗ്രോത്ത് ഇല്ലാതെ ഇന്ന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇതിനെക്കുറിച്ച് അറിയുന്ന ഒരു കൂട്ടം ഉണ്ടെങ്കിലും മെജോറിറ്റി ഓഫ് ദി പീപ്പിൾ ഇതിനെക്കുറിച്ച് അറിയാതെ ഈ സ്ട്രെസ് ആയിക്കൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഫിനാൻഷ്യലി സ്ട്രെസ്ഫുൾ ആണ്, റിലേഷൻഷിപ്പ്, എല്ലാത്തിലും. അത് എനിക്ക് തോന്നുന്നത് ഹ്യൂമൻ പൊട്ടൻഷ്യൽ അൺടാപ്ഡ് ആണ്, അണ്ടർ യൂട്ടിലൈസ്ഡ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എസ്പെഷ്യലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള എത്രയോ പേരാണ് വെറുതെ നിൽക്കുന്നത്. അപ്പം ഇവർക്ക് ജോലി വേണം. ഇപ്പം നമ്മളിപ്പോൾ ഗവൺമെന്റ് സെക്ടറിൽ ഇനി അധികം ജോലിയുടെ ഒരു എക്സ്പെക്ടേഷൻ കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ദെൻ പിന്നെ ബിസിനസ് ആണ്. എത്ര പേർക്ക് ധൈര്യമുണ്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ? അവരെപ്പോഴും റിസ്ക് ആണ്. യഥാർത്ഥത്തിൽ റിസ്ക് അവോയ്ഡ് ചെയ്യുന്നതാണ് ബിസിനസ് അല്ലേ? പക്ഷെ ഇവര് നമ്മൾ ബിസിനസ് എന്ന് പറയുന്നത് റിസ്ക് ആയിട്ടാണ് കാണുന്നത്.
അപ്പോൾ റിസ്ക് ടേക്കർ അല്ലെ റിസ്ക് അവോയ്ഡറാണ് ബിസിനസ് പേഴ്സൺ എന്ന് പറയുന്നത്. അതിനുള്ള കറേജ് ഇല്ല. അപ്പോൾ ഈ ഹ്യൂമൻ പൊട്ടൻഷ്യൽ എല്ലാം എവിടെയാണ് നമ്മൾ വേസ്റ്റ് ആക്കി കളയുന്നത്? അപ്പോൾ ഇതിനെ നമ്മുടെ രാജ്യത്ത് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഈ സിറ്റിയിലൂടെ നടന്നു പോകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, ഒരു സ്മോൾ വെണ്ടറിന് പോലും പേ ടി എം അല്ലെങ്കിൽ QR കോഡ് സെറ്റപ്പും ബാങ്കുമായിട്ട് അവരുടെ അക്കൗണ്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട്. ആൻഡ് മോർ ദാൻ 40% ഓഫ് പീപ്പിൾ പെനട്രേറ്റ് ടു മൊബൈൽ ആൻഡ് ഇൻ്റർനെറ്റ് അല്ലേ? അപ്പോൾ ഇതൊന്നും അപ്പോൾ ടെക്നോളജി അത്ര അതിവേഗം ഫാസ്റ്റായിട്ട് പോകും. ഈ ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിൽ അതിവേഗം ലോകത്തിപ്പം തായ്ലാൻഡിലും അല്ലെങ്കിൽ ദുബായിലൊക്കെ പോകാന്ന് പറയുന്നത് നമ്മൾ തൃശ്ശൂർ പോകുന്ന അത്രയും സ്പീഡിലാണ് ആളുകൾ പോയിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ വരുമ്പോൾ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യണം. അപ്ഗ്രേഡ് ചെയ്തില്ലെങ്കിൽ നമ്മൾ പോയി കഴിഞ്ഞു, നമുക്ക് എക്സിസ്റ്റൻസ് ഇല്ല. ഇപ്പോൾ ഇവിടെ എബോവ് ആവറേജ് ആൻഡ് ബിലോ ആവറേജ് ഉള്ളൂ. ദർ ഇസ് നോ ആവറേജ്, എസ്പെഷ്യലി ആഫ്റ്റർ കോവിഡ്. അങ്ങനെ തോന്നിയിട്ടില്ലേ? എല്ലാ ഏരിയയിലും അങ്ങനെയാണ്. എബോവ് ആവറേജ് ആണെങ്കിൽ നമുക്ക് സസ്റ്റെയിൻ ചെയ്യാം. അങ്ങനെ വേണമെങ്കിൽ അവിടേക്ക് എത്തണമെങ്കിൽ ഓരോരുത്തർക്കും ഓരോ മെന്റർ വേണം, അല്ലെങ്കിൽ ഒരു കോച്ച് വേണം. 2025 ഒക്കെ ആകുമ്പം എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഓരോ കോച്ച് എന്നുള്ള രീതിയിലേക്ക് മാറും. അത്രയും ആളുകൾ അവെയറായി തുടങ്ങുമെന്നാണ് റിസർച്ച് പറയുന്നത്. അങ്ങനെയാണ്. സെൽഫ് ക്യൂർ ഒരിക്കലും റൈറ്റ് ആവണമെന്നില്ല അല്ലേ? കാരണം നമ്മൾ ഓൾറെഡി ഇൻഫ്ലുവൻസ്ഡ് ബൈ അവർ ഓൺ തോട്ട്സ്. യെസ്, കാരണം നമുക്ക് നമ്മുടെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ബ്രെയിൻ രണ്ട് റോളാണ് ചെയ്യുന്നത്. ലെഫ്റ്റ് ബ്രെയിൻ ലോജിക്കലാണ്, റൈറ്റ് ബ്രെയിൻ ഇമോഷണൽ ആൻഡ് ഇന്നോവേറ്റീവ് ആൻഡ് ക്രിയേറ്റീവ് ആണ്. പക്ഷേ എത്ര പേർക്ക് നമുക്കൊരു പറയാം, ഒരു ആങ്കർ വരുന്ന സമയത്ത് എത്ര പേർക്ക് ഞാൻ ലോജിക്കലായിട്ട് ചിന്തിക്കട്ടെ, ഇപ്പോഴത്തെ ബ്രെയിൻ യൂസ് ചെയ്തിട്ടൊന്ന് പോസ് ചെയ്ത് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും? വളരെ കുറച്ച് പേർക്കല്ലേ. എന്തുകൊണ്ട് എനിക്ക് ആങ്കർ വന്നു, അപ്പുറത്തേക്ക് നാളെ എമ്പത്തിക്കായിട്ട് ചിന്തിക്കണം, ഇങ്ങനത്തെ തോട്ട്സ് ആ മൊമെന്റിൽ നമുക്ക് എത്ര പേർക്ക് എടുക്കാൻ പറ്റും? മാത്രമല്ല നമ്മൾ നമ്മുടെ പ്രോബ്ലത്തെ കാണാൻ, നമ്മൾ പ്രോബ്ലത്തിനകത്താണ് നമ്മൾ നിൽക്കുന്നത്. ഒരിക്കലും നമുക്കതിന്റെ കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതൊരു വേറൊരാൾക്ക് മാത്രമാണ്. ശരിക്കും അതൊരു ഭയങ്കര, എനിക്ക് പലപ്പോഴും ഞാനത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, എനിക്ക് അതിന്റെ പവർ മനസ്സിലായിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും പെട്ട് കിടക്കുന്ന ഒരു ഫീല് വരുമ്പോൾ ഒന്ന് ഡിറ്റാച്ച് ചെയ്ത് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ പ്രോബ്ലം എക്സിസ്റ്റിംഗ് അല്ല, ഈസി ആയിട്ട് നമുക്ക് തീരാവുന്ന എവറിത്തിങ് ഈസ് ഫിഗർ ഔട്ടബിൾ. പക്ഷേ നമുക്ക് ആ ഇമോഷണലി എടുക്കുമ്പോൾ ആ സമയത്ത് നമുക്ക് അതിനുള്ള സൊല്യൂഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ മെജോറിറ്റി ഓഫ് ദി പീപ്പിൾ, ഈവൻ പല അറിയപ്പെടുന്ന ആൾക്കാർ പോലും ചെറിയൊരു സിറ്റുവേഷനിൽ അവര് പെട്ട് കിടക്കുകയാണ്. ഇപ്പൊ പുറമേ നോക്കുമ്പോ ഇവൻ എന്താ ഇങ്ങനെ ചെയ്യുന്നത് അവന് തോന്നും. പക്ഷെ ഇത് ഇവൻ അറിയുന്നില്ല ഇവന് സിറ്റുവേഷൻ. എന്നാൽ അതേ കാര്യം അയാളുടെ അടുത്ത് നടക്കുന്നുണ്ട് അയാളൊരു സിറ്റുവേഷനിൽ വരുമ്പോൾ. ഈ അവയർനെസ് എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. നമ്മൾ എത്രത്തോളം അവയർനെസ് എക്സ്പാൻഡ് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് സക്സസ് ആകാം. ഇതിന് വല്ല പ്രാക്ടീസ് ഉണ്ടോ? യെസ്, ഓഫ് കോഴ്സ് നമുക്ക് പ്രാക്ടീസ് ഉണ്ട്. സെൽഫ് അവയർനെസ് ഏറ്റവും വലിയ അറിവെന്ന് പറഞ്ഞാൽ സെൽഫ് അവയർനെസ് ആണ്. അപ്പൊ നമ്മളെ കുറിച്ച് അറിയുക, അത് ആ ഒരു കോൺഷ്യസ്നെസ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യുക, പല ആംഗിളിൽ നിന്ന് ചിന്തിക്കാൻ, പല പെർസ്പെക്റ്റീവിൽ കാണാൻ കഴിയുക, അപ്പുറത്ത് നിൽക്കുന്ന ആളിന്റെ പെർസ്പെക്റ്റീവിൽ കാണാൻ കഴിയുക. അപ്പൊ എങ്ങനെയാണ് വേറൊരു വ്യക്തിയിലൂടെ കാണാൻ കഴിയുക, അങ്ങനെയൊക്കെ കാണാൻ കഴിയണമെങ്കിൽ നമ്മൾ പ്രാക്ടീസ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അതിനുള്ള പ്രാക്ടീസ് ഉണ്ട് അല്ലേ? ആർക്കും പ്രാക്ടീസ് ചെയ്യാവുന്ന ഒരു കാര്യം. ഉറപ്പായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റും. ഈ പറയുന്ന എല്ലാവർക്കും പറ്റും. അപ്പൊ നമ്മൾ സ്വയം ലിമിറ്റ് ചെയ്തതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ലൈഫ് കോച്ചിങ് സ്റ്റുഡൻസ് ഒക്കെ വളരെ വലിയ എമൗണ്ട് ഏൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി കൊടുക്കാൻ എനിക്ക് സാധിക്കുന്നതാണ് എൻ്റെ സക്സസ് എന്ന് പറയുന്നത്. ഈ വലിയ എമൗണ്ട് അവർ ഏൺ ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്ന ഒരാള് ലൈഫ് കോച്ചിനെ അന്വേഷിക്കുന്ന ഒരാളായിരിക്കാം. അപ്പൊ ഇയാൾക്ക് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് വരുമോ? സോ ദാറ്റ് ലൈഫ് കോച്ച് നല്ലവണ്ണം ഏൺ ചെയ്യുന്നുണ്ട്, പക്ഷെ ലൈഫ് കോച്ചിങ് സീക്ക് ചെയ്യുന്ന ഒരാളുണ്ടല്ലോ, അതായത് ജോബല്ല, ഒരു ലൈഫ് കോച്ചിന്റെ സപ്പോർട്ട് നോക്കുന്ന ഒരാള്, അയാൾക്ക് നല്ല ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ടോ? ലൈഫ് കോച്ചിന്റെ സപ്പോർട്ട് നോക്കുന്ന ആൾക്ക് വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ല. ഇപ്പൊ 5 സെക്ഷൻ അല്ലെങ്കിൽ 7 സെക്ഷൻ 10 സെക്ഷനിൽ അവരുടെ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റും. അത്രയും മതി. കാരണം നല്ലൊരു ലൈഫ് കോച്ചിന്റെ അടുത്താണ് പോകുന്നതെങ്കിൽ തീർച്ചയായും ഒരു 5 സെഷൻസ് മോർ ദാൻ ഇനഫ്. കാരണം ഒരു ലൈഫ് കോച്ച് ചെയ്യുന്ന കോച്ചിങ് പ്രോസസ്സിൽ ഒരു പ്രോബ്ലമാണ് ഒരു ടൈമിൽ എടുക്കുക. എല്ലാ പ്രോബ്ലം ഇപ്പൊ കരിയർ ആണ് എടുക്കുന്നത്, കരിയറിൽ അത് മാത്രം എടുക്കും. റിലേഷൻഷിപ്പ് ആണെങ്കിൽ റിലേഷൻഷിപ്പ്, ഹെൽത്ത് ആണെങ്കിൽ ഹെൽത്ത്, അങ്ങനെയാണ്. പേഴ്സണൽ ഡെവലപ്മെന്റ് ആണെങ്കിൽ അത് ഇപ്പോൾ 5 സെഷൻസ് ടു 1 ഇയർ വരെയുള്ള കോച്ചിങ് ഒരു പീരീഡ്സ് ഉണ്ടാവും. അത് ഡിപ്പെൻഡിങ് അപ്പോൺ ദി കേസ് ടു കേസ് അല്ലേ? അപ്പൊ അതായത് കേസ് ടു കേസ് ആണ് ആക്ച്വലി ലൈഫ് കോച്ചിങ് എടുക്കുന്നത്, ഒരു 360 ഡിഗ്രി അല്ല. പക്ഷെ എടുക്കാം മേ ബി 1 by 1 ആയിട്ട്. കറക്റ്റ്. നമ്മൾ ക്ലാരിറ്റിയിലാണെങ്കിൽ എടുക്കുമ്പോൾ ആദ്യം കരിയറിലാണ് ക്ലാരിറ്റി വേണ്ട, കരിയറിൽ ക്ലാരിറ്റി കൊടുക്കും. ഇതിനകത്ത് അവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യണം, അവർ ഇൻസൈറ്റ്സ് ഉണ്ടാക്കുകയാണ്.
അവരുടെ സ്ട്രെങ്ത്തും അവരുടെ വീക്ക്നെസ്സും ആ വ്യക്തിയിലാണ്. അപ്പോൾ അവർക്ക് ഈ തരത്തിലുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. സോ ഡാൻസിൽ അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാവും ഈ പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ആ പൊട്ടൻഷ്യൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകാനുള്ള ക്ലാരിറ്റി അവരുടെ ഉള്ളിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ ഒരു ക്ലാരിറ്റി കൊടുക്കുമ്പോൾ ദേ ക്യാൻ ഈസിലി മൂവ് ഫോർവേഡ്. അതാണ് മെന്ററിങ്. ഇതിനേക്കാളും വേറൊരു സെഗ്മെന്റാണ് മെന്ററിങ്. മെന്ററിങ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ട്രബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഹാർഡ്ഷിപ്പ് ഉള്ള ഒരു അത്ര സ്മൂത്ത് അല്ലാത്ത ഒരു റോഡിലൂടെ ഒരു വഴിയിലൂടെ ഒരാൾക്ക് പോകണം. മെന്ററിങ് ആണ് നടക്കുന്നതെങ്കിൽ പറഞ്ഞു കൊടുക്കും. ഓരോ സ്റ്റെപ്സും ഇങ്ങനെ നോക്കും. അത് മെറ്റഫറിക്കലി പറയണേ, ആ വഴി പോകണ്ട, ഇപ്പുറത്തൂടെ വരും, ആ വഴി അത്ര സേഫ് അല്ല, ഓക്കെ ഇങ്ങനെ ടേൺ ചെയ്തോളൂ, റൈറ്റിലേക്ക് ടേൺ ചെയ്യും, ദിസ് ഇസ് റൈറ്റ് വേ, ഓക്കെ വെരി ഗുഡ്, ഇങ്ങനെ. അപ്പോൾ ഓരോ സ്റ്റെപ്പിലും മെന്റർ കൂടെ നിന്ന് കൊണ്ടുവരും. മെന്റർ ഇയാൾക്ക് മുന്നേ സഞ്ചരിച്ച ഒരാളെ, അതായത് ഒരിപ്പം പെർസ്പെക്റ്റീവ് മലയുടെ മുകളിൽ നിന്നിട്ട് ഒരു കയറിട്ട് കൊടുത്തിട്ട് ഇതിൽ പിടിച്ചു കയറാം, അപ്പോൾ അവിടെ ചവിട്ടി പിടിച്ചോളൂ എന്ന് പറയുന്നത്. കോച്ചിങ് എന്ന് പറയുന്നത് ഹെൽപ്പിംഗ് പ്രോസസ്സാണ്, റിഫ്ലക്റ്റിംഗ് പ്രോസസ്സാണ്. യെസ്, ക്ലാരിറ്റി കൊടുക്കും. ഇപ്പൊ ലൈഫ് കോച്ചിങ് എനിക്ക് തോന്നുന്നു വളരെ വളരെ അത്യാവശ്യമുള്ള ഒരു കാലഘട്ടമാണ് ഇന്നത്തെ. കാരണം വളരെ ഡിസ്ട്രാക്റ്റീവ് ആണ് ഇന്നത്തെ ലോകം, അല്ലേ? അപ്പം നമുക്ക് എത്ര നേരം ഫോക്കസ് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ നമുക്ക് ഡ്രീം ഉണ്ടാകാം, ഒരുപക്ഷെ ഡ്രീം ഉണ്ടെങ്കിൽ പോലും ആ ഡ്രീമിന് വേണ്ടി വർക്ക് ചെയ്യണം എന്ന് തോന്നും. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പം അത് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. പിന്നും വേറെ എവിടെയെങ്കിലും ട്രിഗർ വരുമ്പോഴായിരിക്കും നെക്സ്റ്റ് വരിക. ശരിക്കും എല്ലാവരുടെയും വിരൽത്തുമ്പിൽ ഒരു ലൈഫ് കോച്ച് വേണം, തീർച്ചയായിട്ടും വേണം. കാരണം എപ്പോ എന്ത് സംഭവിക്കും. കാരണം പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു വീട്ടിൽ നടക്കുന്ന ഒരു സംഘർഷം ആ ഒരു മൊമെന്റിൽ സംഭവിച്ചു പോയതാണ്. അതിനുശേഷം ലൈഫ് ടൈം റിഗ്രറ്റ് ആണ്. നമ്മൾ ചിലപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് ഭയങ്കര ഇമോഷണലി വിഷമം ഉണ്ടാക്കുന്ന പല സീൻസും ചിലപ്പോൾ കണ്ടുപോകാറുണ്ട്. ഇപ്പം പാരൻസിനെ കുട്ടികൾ ഫിസിക്കലി അബ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ വഴിയോരത്ത് ഉപേക്ഷിക്കുക. അപ്പോൾ ഇതൊക്കെ ചിലപ്പോൾ ഇത് അവരുടെ ഒരു മാനസികാവസ്ഥയിൽ ആ പാരൻസ് അവരിത്രയും കാലം വളർത്തി വലുതാക്കിയ ആ ഒരു തിരിച്ചു കൊടുക്കാൻ നമ്മൾക്ക് അത് കഴിയാതെ വരുന്ന ചില സന്ദർഭങ്ങൾ ഇമോഷണലി ചിലപ്പോൾ അവർ വീക്കായി പോകുന്നതുകൊണ്ടാണ്. ഫിനാൻഷ്യലി പ്രോബ്ലം ഉണ്ടാകും, ഒരുപാട് സ്ട്രെസ് വരും. ഇതെല്ലാം കൂടി അവർക്ക് കൊണ്ടുപോകാൻ പറ്റാതെ വരുമ്പോൾ ഇത് വെന്റിലേറ്റ് ചെയ്യുന്നതാണ് ഇത്. പക്ഷെ ഒരിക്കലും അതൊരു നല്ല കാര്യമല്ല. അപ്പോൾ അവിടെ ഒരു വാല്യൂസും എത്തിക്സും ഒക്കെ ഒരു ഫാമിലിയിൽ വേണം. കുട്ടികളെ എങ്ങനെയാകണം, കുട്ടികളെ എങ്ങനെ വളർത്തണം. പക്ഷെ ഇതൊന്നും സാധാരണ ആൾക്കാർക്ക് പ്രയോറിറ്റി അല്ല, അവർക്ക് ഡെയിലി ലൈഫ്. പക്ഷെ ഇതിന്റെ ഭവിഷ്യത്ത് എൻ്റെ ഒരു ഫ്രണ്ടിന് ഇതേപോലെ ഒരു സംഭവം, അവൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ കുറച്ച് കസ്റ്റമേഴ്സ് പേയ്മെന്റ് കൃത്യമായിട്ട് പേ ഔട്ട് ചെയ്യാത്തതുകൊണ്ട് ആ കമ്പനി ഓണർ ഇവനെ ബ്ലെയിം ചെയ്യുകയും അത് ഇവനാണെങ്കിൽ അത് ടു പേഴ്സണലായിട്ട് എടുക്കുകയും എന്നിട്ട് പിന്നെ അത് ഒരു സൂയിസൈഡ് അറ്റംപ്റ്റിലേക്ക് പോയി. പിന്നീട് അവിടെ നിന്ന് മാനസിക സമനില തെറ്റി ഒരുപാട് നാൾ കഴിഞ്ഞപ്പോൾ പുള്ളി മരണപ്പെട്ടു പോയി. അതെ, ഈ പേഴ്സണലൈസ് എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. കാരണം നമ്മൾ ഇമോഷണലി എന്തെടുക്കണം, ഇമോഷണൽ ക്വസ്റ്റ്യൻ എന്ന് പറയും. എന്ത് നമുക്ക് എടുക്കണം, എന്ത് എടുക്കരുത്, എത്രത്തോളം നമ്മൾ ഉള്ളിലേക്ക് എടുക്കണം, ഒരു ഇമോഷണൽ ഇന്റലിജൻസ് ഒക്കെ ആവശ്യമാണ്. നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള മാനേജ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് വേണം. അങ്ങനെ അല്ലാത്തവർക്ക് ഈ തരത്തിലുള്ള പ്രശ്നം പറ്റും, പേഴ്സണലൈസ് ചെയ്യും ഒരുപാട് പേഴ്സൺ. അപ്പോൾ അത് നമ്മുടെ പ്രശ്നമായി മാറും. അത് ക്യാരി ഫോർവേഡ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് വൈഫിനോടോ കുട്ടികളോടോ അതായത് നിസ്സഹായരായ ഓൾഡ് പാരൻസിനോടോ ഒക്കെ കാണിക്കും. അപ്പോൾ ഒരു മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് നിസ്സാരമായ ഒരു കാര്യമല്ല. എന്താണ് അഡിക്ഷൻ? ഒരു കാര്യത്തിന് നമുക്ക് കൺട്രോൾ ഇല്ലാതെ അതിലേക്ക് തന്നെ നമ്മൾക്ക് കൺട്രോൾ ഇല്ല എന്ന് പറയുമ്പോൾ നമുക്ക് മെന്റലി ആണോ ബയോളജിക്കലി ആണോ അതോ ടുഗദർ ആണോ? അഡിക്ഷൻ പല തരത്തിലുണ്ട്. ഇപ്പം സോഷ്യൽ മീഡിയ, എനിക്ക് തോന്നുന്നു ഒരു മെജോറിറ്റി ഓഫ് ആളുകൾ ഇന്ന് സോഷ്യൽ മീഡിയ അഡിക്ഷനുകളാണ്. എത്ര നേരം നമുക്ക് മൊബൈൽ ഫോൺ ഇല്ലാതിരിക്കാം, അവർ അഡിക്ഷനാണ്. അതേപോലെ ചിലർക്ക് വർക്ക് ഒരു അഡിക്ഷനാണ്, ബിസിനസ് ഒരു അഡിക്ഷനാണ്. പക്ഷെ നെഗറ്റീവായിട്ടുള്ള അഡിക്ഷൻ വരുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പോൾ അഡിക്ഷൻ വെച്ചാൽ നമ്മൾ അതിലേക്ക് 100% ഇൻവോൾവ്മെന്റ് കൊടുത്തു. അത് നമ്മുടെ ഡോപ്പമൈൻ സ്റ്റിമുലേഷന്റെ അളവ് കൂട്ടിക്കൊണ്ടുവരികയും, അപ്പോൾ ബ്രെയിനൊരു പ്രശ്നമുള്ളത്, ബ്രെയിൻ എപ്പോഴും പ്ലഷർ പ്രിൻസിപ്പിളിലാണ് വർക്ക് ചെയ്യുന്നത്, ഡോപ്പമൈൻ കിട്ടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഈ ഡോപ്പമൈൻ ഡീടോക്സിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു സംടൈംസ് തന്നെ ഈ അടുത്ത കാലത്ത് പറയുന്നത് വെച്ചാൽ നമുക്ക് ആർക്കും ഇപ്പോൾ ഉള്ള ജനറേഷന് സന്തോഷം കിട്ടാൻ ഒരു കാര്യമില്ലെന്ന് പറയുന്നത്.
കാര്യം 24/7 സന്തോഷങ്ങളാണ്. വിഷ്വലി കിട്ടുന്ന സന്തോഷം, ടേസ്റ്റിലൂടെ ഏറ്റവും നല്ല ഫുഡ് ഇന്നത്തെ ജനറേഷൻ കഴിക്കുന്നു. അപ്പൊ ടേസ്റ്റിലുള്ള സന്തോഷം, ബാക്കി എല്ലാ ഇന്ദ്രിയങ്ങൾക്കും ലഭിക്കുന്ന സന്തോഷം കിട്ടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഡോപ്പമൈൻ എന്ന് പറയുന്നത് അതിന്റെ ഒരു സ്റ്റിമുലേഷൻ നമ്മൾ അറിയുന്ന പോലും ഇല്ല. അതൊരു കോമൺ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് അതായി മാറി. പക്ഷെ അവിടെ കിട്ടാതെ വരുമ്പോ വലിയ പ്രശ്നം. ഇതാണ് നമുക്ക് അഡിക്ഷനിലേക്ക് കൊണ്ടെത്തി. അപ്പൊ അഡിക്ഷൻ എന്ന് പറയുന്നത് കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ കുട്ടികൾ ഗെയിം അഡിക്ഷൻ ആവുന്നത്, ഫോൺ അഡിക്ഷൻ ആവുന്നത്, അഡോളസൻസ് മാത്രമല്ല, അത് ഇപ്പൊ എല്ലാ ഏജിലുള്ളവരില്ലേ. ഒരു സ്റ്റഡി പറയുന്നത് അഡോളസൻസിനെക്കാളും കൂടുതൽ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഫോൺ അഡിക്ഷനിലേക്ക് പോവുക. പിന്നെ സ്ക്രീൻ അഡിക്ഷൻ, അത് ഹോം വർക്കേഴ്സ് മുതൽ അങ്ങോട്ടുള്ള എല്ലാവരും സ്ക്രീൻ അഡിക്ഷൻ ഉള്ളവരാണ്. അപ്പൊ ഇതാണ് നമ്മളെ പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കുന്നത്. സോ ബൈ ഡിഫോൾട്ട് എല്ലാവരും ഇന്ന് അഡിക്റ്റഡ് ആണ് ടു സംതിങ് ഓർ അതർ. പക്ഷെ അതില് പോസിറ്റീവ് നെഗറ്റീവും ആണ് ആക്ച്വലി ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. മാത്രമല്ല നമ്മുടെ പ്രൊഡക്ടിവിറ്റിയും നമ്മൾ നേരത്തെ പറഞ്ഞ ഹ്യൂമൻ റിസോഴ്സും ഇവിടെ വേസ്റ്റ് ആവുകയല്ലേ ചെയ്യുന്നത്. അതെ, തീർച്ചയായിട്ടും. അപ്പൊ അത് എങ്ങനെ കൊണ്ടുപോകും? അത് കറക്റ്റ് ഒരു മെന്ററിന് അല്ലെങ്കിൽ ഒരു കോച്ചിന് സഹായിക്കാൻ പറ്റും. അതായത് ഒരു മോഡറേഷൻ കൊണ്ടുവരാൻ വേണ്ടി അത് കുറച്ച് ആ ടൈമിൽ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഗുഡ് അഡിക്ഷൻസ് ഇമ്പാർട്ട് ചെയ്യും. മനസ്സിലായില്ലേ? അത് ബാഡ് അഡിക്ഷൻ പോലും ചിലപ്പോൾ വിത്തിൻ എ ലിമിറ്റ് ഈസ് നോട്ട് ബാഡ്, ബിയോണ്ട് ദ ലിമിറ്റ് ആണ് എല്ലാം. ചില ആൾക്കാർക്ക് ലിമിറ്റ് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോ ഞങ്ങളെ പോലെ സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വർക്കാണ്, നമുക്ക് അറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും അവിടെ താഴെ വന്ന ഒരാൾ നെഗറ്റീവ് കമന്റ് ഇട്ടാലും നമ്മളത് എഫക്ട് ചെയ്യുന്നില്ല, കാരണം വി നോ ദാറ്റ്സ് ലൈക്ക് ദാറ്റ്. പക്ഷെ അല്ലാത്തൊരാൾക്ക് ഒരാൾ നെഗറ്റീവ് കമന്റ് ഇട്ടാൽ ഭയങ്കര പേഴ്സണലായി മാറി. ഇന്നത്തെ കാലത്ത് ഇപ്പൊ സോഷ്യൽ മീഡിയ നമുക്ക് ഒരിക്കലും ഡിറ്റാച്ച് ചെയ്ത് നിർത്തിക്കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഏത് ബിസിനസ്സിലും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ഉണ്ട്, ഇമ്പാക്റ്റ് ഉണ്ട്. അപ്പൊ അവിടെ പേഴ്സണലൈസ് ചെയ്ത് കമന്റിനെ എടുക്കാതിരിക്കലാണ് നമ്മുടെ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു ലൈഫ് കോച്ചിന്റെ റോൾ ഉണ്ട് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ല, ഈ അഡിക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്. ഓഫ് കോഴ്സ്, കാരണം അവരുടെ അഡിക്ഷൻ അവരെ സ്പോയിൽ ചെയ്യില്ലേ. ഓവർ എ പീരീഡ് ഓഫ് ടൈം അവരുടെ എനർജി, അവരുടെ ഹെൽത്ത്, വെൽത്ത്, അവരുടെ പ്രൊഡക്ടിവിറ്റി, ക്രിയേറ്റിവിറ്റി എല്ലാം നഷ്ടപ്പെടുത്തും. അപ്പൊ അത് ഐഡന്റിഫൈ ചെയ്ത് കൊടുത്തുകൊണ്ട് ഒരു പോസിറ്റീവ് ലൈഫ് സ്റ്റൈലിലേക്ക് കൊണ്ടുവരാൻ ഒരു ലൈഫ് കോച്ച്. ഒരു ആൽക്കഹോൾ, ടൊബാക്കോ, ഡ്രഗ് അഡിക്ഷൻ എത്രമാത്രം നമുക്ക് റിക്കവറി പോസിബിൾ? ആൽക്കഹോൾ ആൻഡ് ടൊബാക്കോ ആണെങ്കിൽ അതൊരു പക്ഷേ ഫസ്റ്റ് ലോങ് ടേം ഒരു പ്രോസസ്സിലൂടെയാണ് വന്നത്. ടൊബാക്കോ ടു സം എക്സ്റ്റെന്റ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അവിടെ നമുക്ക് ചില സന്ദർഭങ്ങളിൽ സൈക്കോളജിക്കൽ ടൂൾസ് ഒക്കെ അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ ആൽക്കഹോൾ ആണെങ്കിൽ ചിലപ്പോൾ അതിന് ബിഹൈൻഡ് ഒരു സ്റ്റോറി ഉണ്ടാവും. എവരി പേഴ്സൺസ് ഹാസ് എ സ്റ്റോറി എന്നാണ്. അപ്പൊ ഇവർക്ക് എന്തോ ഒരു റീസൺ കൊണ്ടായിരിക്കും ഒരു സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ചിലപ്പോൾ ഒരു ഫിയർ ഓഫ് ഫെയിലിയർ ആകാം, ഒരു ഫെയിലിയർ തന്നെ ആകാം, അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് സിസ്റ്റം ഇല്ലാത്തതാകാം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ക്രൈസിസോ, അല്ലെങ്കിൽ ഒരു ഇൻസെക്യൂരിറ്റിയിൽ നിന്നൊക്കെ ആയിരിക്കാം തുടങ്ങുന്നത്. അത് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമാണ്. പിന്നെ ഒരു സപ്പോർട്ട് സിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഫാമിലിയുടെ സപ്പോർട്ടോടുകൂടി അവരെ അവരിലേക്ക് പതുക്കെ ആ ഒരു സമയത്ത് വേറൊരു അഡിക്ഷൻ, അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ള എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഗെയിം, അല്ലെങ്കിൽ ഒരു സ്പോർട്സ്, അല്ലെങ്കിൽ ആർട്സ്. അപ്പോൾ ഈ ആൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മേഖലയിൽ ആ സമയത്ത് അയാൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന സമയം മാറ്റിയിട്ട് അതിലേക്ക് പതുക്കെ കൊണ്ടുവരണം. നമുക്ക് ഒരിക്കലും പറ്റത്തില്ല. ഗ്രാജുവലി കുറച്ച്. അപ്പൊ 12 സിഗരറ്റ് വലിക്കുന്ന ഒരാളെ ആദ്യം 10 ആക്കുക, ദെൻ 8 ആക്കുക, അങ്ങനെ കുറച്ച് ലാസ്റ്റ് സിഗരറ്റ് മാറ്റിയിട്ട് ചൂയിങ്ങം പോലുള്ള വേറെ ഏതെങ്കിലും സാധനം കുറച്ച് ദിവസത്തേക്ക്, അതിന് അഡിക്റ്റ് ആകാൻ പാടില്ല. അങ്ങനെ അപ്പൊ അവിടെ ഒരു സപ്പോർട്ടിങ് തെറാപ്പിക്കും അതുപോലെ ഫാമിലി മെമ്പേഴ്സിനും നല്ല റോളുണ്ട്. തീർച്ചയായിട്ടും ഒരിക്കലും ഒരു കോച്ചിന് ഇതെല്ലാ കാര്യങ്ങൾക്കും അവരെ കൂടെ നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരു ആൽക്കഹോൾ യൂസ് ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ ഫ്രണ്ട്സോ ഫാമിലിയോ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വരും. ഈവൻ സ്മോക്കിങ്ങിലും അങ്ങനെയാണ്. നല്ല സർക്കിളിലേക്ക് കൊണ്ടുവരിക, നല്ല ആളുകളായിട്ട് അസോസിയേറ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ. പക്ഷേ അതൊരു ഇൻട്രോവേർട്ട് കൈൻഡ് ഓഫ് മൈൻഡ് സെറ്റ് ആണെങ്കിൽ സോഷ്യലൈസിങ് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? പക്ഷേ ഇനിഷ്യൽ സ്റ്റേജിലാണ് ആ ഒരു ബുദ്ധിമുട്ട് വരിക. സത്യം പറഞ്ഞ ഒരു ഇൻട്രോവേർട്ടിനെയൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും ദാൻ എൻ എക്സ്ട്രോവേർട്ട്. ഇൻട്രോവേർട്ട് ആൾക്കാർ കുറച്ചുകൂടെ ഇന്റേണലൈസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അവരോട് നമുക്ക് പറയാം ഇങ്ങനത്തെ പ്രശ്നങ്ങൾ എടുക്കും. വളരെ നല്ലതാണ് ഇൻട്രോവേർട്ടിനെ ചേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത്. ഒരു ലൈഫ് കോച്ചിങ്ങിലൊക്കെ ഒരു ഇൻട്രോവേർട്ട് വരണമെങ്കിൽ വളരെ പെട്ടെന്ന് സക്സസ് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെയാണ്. പക്ഷെ പലപ്പോഴും ഇങ്ങനെയുള്ള ഹാബിറ്റ്സിന്റെ പിന്നാലെ പോകുന്ന ആൾക്കാർ ഒരു പരിധി കഴിഞ്ഞാൽ, ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ അവർ ഗിവ് അപ്പ് ചെയ്യും. നമുക്ക് ഒരിക്കലും തിരിച്ചു വരാൻ പറ്റില്ല എന്നൊരു ചിന്തയിലേക്ക് വരികയും പിന്നെ പലപ്പോഴും അത് അവരുടെ ഫാമിലിയിലേക്ക് ട്രാൻസ്ഫർ ആവും. എക്സ്റ്റെൻഡ് ചെയ്യും. പക്ഷെ ഇവിടെയാണ് ഹോപ്പ് എന്ന് പറയുന്ന 4 അക്ഷരത്തിന്റെ ഒരു
പവർ എന്ന് പറയുന്നത്. ജീവിക്കാനൊരു ഹോപ്പ് അവർക്ക് കൊടുക്കുക, പ്രതീക്ഷകൾ കൊടുക്കുക, അവരോട് ഓപ്പൺ അപ്പായിട്ട് സംസാരിക്കുക, അവരെ കേൾക്കാൻ നമ്മൾ ഇരുന്ന് കൊടുക്കുക, അവരുടെ പ്രോബ്ലം അവരെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഫീൽ ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെ ഒരു റാപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റിയ തീർച്ചയായിട്ടും. പലപ്പോഴും ഈ അപ്പുറത്ത് ഇരിക്കുന്ന ആളുടെ ചിന്തയുണ്ടല്ലോ, ഇയാളോ ഇങ്ങനെയായി, ഇയാൾ കാരണം എന്റെ ജീവിതവും ഇങ്ങനെയായി, ഇനി ഞാൻ അയാൾ പറയണത് കേൾക്കാനിരിക്കണോ, ആ ഒരു മൈൻഡ് സെറ്റിലാണ് ഏറ്റവും കൂടുതൽ. അതെ, അവിടെയാണ് ഒരു പാർട്ട്ണറിന് ഒരു പക്ഷെ അത്രയും സാക്രിഫൈസ് ചെയ്യാൻ പറ്റില്ല. കാരണം അവര് ലിവിങ് ഇൻ ദ സിറ്റുവേഷൻ, അവരുടെ വിക്ടിമാണ്, ഒരിക്കലും പറ്റില്ല. അപ്പൊ നമ്മളൊരു തേർഡ് പേഴ്സണെ നമുക്ക് അപ്രോച്ച് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. ഒരാളെ അങ്ങനെ വിട്ട് കളയരുത്. കാരണം ഓരോരുത്തർക്കും ഉള്ള പൊട്ടൻഷ്യൽ എത്രമാത്രം പ്രഷ്യസ് ആണെന്നറിയാം. അല്ല, ഇതിന് മറ്റൊരു എഫക്റ്റും കൂടി ഉണ്ട്. കാരണം ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ നടക്കുന്ന കുട്ടികളാണ് നാളത്തെ ഫ്യൂച്ചർ. തീർച്ചയായിട്ടും വിക്ടിമാണ് അവര്. ആ വിക്ടിമായ കുട്ടികൾ നാളത്തെ ജനതയെ എങ്ങനെ, നമ്മുടെ രാജ്യത്തെ എങ്ങനെ വാർത്തെടുക്കും, അവര് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന അനദർ വിക്ടിംസിനെയാണ്. തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് എൻ്റെ ലൈഫ് കോച്ചിങ് മോഡ്യൂളിൽ സ്റ്റുഡൻസ് കോച്ചിങ് എന്നുള്ളൊരു മോഡ്യൂൾ ഫ്രീ ആയിട്ടാണ് ഞാൻ പഠിപ്പിക്കുന്നത്. എല്ലാ ലൈഫ് കോച്ചിങ് സ്റ്റുഡൻസ് കോച്ചിങ് പഠിച്ചിരിക്കണം. അത് ഞാൻ ഫ്രീ വോളണ്ടറി സർവീസ് കൊടുക്കാൻ ഞാൻ പറയാറുണ്ട്. കാരണം നാളത്തെ ജനത എന്ന് പറയുന്ന ഇന്നത്തെ കുഞ്ഞുങ്ങളാണ്. അവര് ഇങ്ങനൊരു എൻവയോൺമെന്റ് വോൾണറബിലിറ്റിയിൽ ജീവിച്ചു പോവുക എന്ന് പറയുന്നത് അവര് ചെയ്ത തെറ്റല്ല, അവര് നിരപരാധികളല്ലേ. അപ്പൊ ഞാൻ കേരളത്തിലെ ഒരുപാട് ജുവനൈൽ ഹോമുകളിൽ പോയിട്ടുള്ള ആളാണ്. അവിടെ നിന്നാണ് എനിക്ക് ഈ ഒരു ഇൻസൈറ്റും, ഞാൻ പെയിൻ അനുഭവിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് ലിറ്ററലി ഞാൻ കരഞ്ഞു പോയിട്ടുണ്ട് കൊല്ലം ജുവനൈൽ ഹോമിലെ ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ. അപ്പോൾ കുട്ടികളെ ഇങ്ങനെ വളരെ ചെറിയ കുട്ടി മുതൽ 18 വയസ്സുള്ള ആൾ വരെ, ഇപ്പം ചെറിയ കുട്ടികളെ ഫിസിക്കലി ആൻഡ് സെക്ഷലി അബ്യൂസ് ചെയ്യുന്ന സീനിയർ കുട്ടികൾ, അവിടെ അതായത് കെയർ ടേക്കറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു, നമുക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്, കാണാൻ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യം ഞാൻ അന്ന് വിചാരിച്ചു എങ്ങനെ എനിക്ക് അവരെ സഹായിക്കും. ഞങ്ങൾ ഫ്രീ ആയിട്ടാണ് അവർക്ക് ഒരു പബ്ലിക് സ്പീക്കിങ്ങിൻ്റെ നാഷണൽ ഫെസ്റ്റിന് അവരെ ഹെൽപ്പ് ചെയ്യാൻ പോയതാണ്, പബ്ലിക് സ്പീക്കിംഗ് പഠിപ്പിക്കാൻ പോയതാണ്. കുറേ കുട്ടികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കുറേ പ്രൈസ് കിട്ടി. അതിനുശേഷം ഞാൻ പല പ്രാവശ്യമായിട്ട് പോയിട്ടുണ്ട്. കുട്ടികളുമായിട്ട് കുറേ സംസാരിച്ചിരിക്കുക, അപ്പോൾ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുക, അവരോട് കാര്യങ്ങൾ സംസാരിക്കുക. വലിയ കുട്ടികൾ പക്ഷേ ചിലപ്പോൾ കേൾക്കില്ല, ചിലത് കേൾക്കാം. അപ്പോൾ ഞാൻ ആലോചിച്ചു ഇവരിങ്ങനെ വരാനുള്ള റീസൺ അവരല്ലല്ലോ. അപ്പം നമ്മളും അതിനൊരു റെസ്പോൺസിബിലിറ്റി ഇല്ലേ, നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ സ്റ്റുഡൻസ് കോച്ചിങ് എന്ന് പറയുന്ന സിലബസ് ലൈഫ് കോച്ചിങ്ങിൻ്റെ നിർബന്ധമായിട്ട് ഇൻക്ലൂഡ് ചെയ്യിച്ചിട്ടുണ്ട്. സ്റ്റുഡൻസ് കോച്ചിങ്ങിൽ എങ്ങനെ പഠിച്ച് മിടുക്കരാകുന്ന അക്കാഡമിക് തലത്തിലല്ല, എങ്ങനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും, എങ്ങനെ സ്ട്രഗിൾ ചെയ്ത് ലൈഫ് എങ്ങനെ പഠിക്കാം, സ്കിൽസ് എങ്ങനെ കുട്ടികൾ മനസ്സിലാക്കണം, ലൈഫ് സ്കിൽസ് എങ്ങനെ മനസ്സിലാക്കണം, എങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യാൻ പഠിക്കും, എസ്പെഷ്യലി വൾണറബിൾ സ്റ്റേജിലൂടെ വരുന്ന കുട്ടികൾ എങ്ങനെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും, എങ്ങനെ ഡിസിഷൻ മേക്ക് ചെയ്യാൻ പറ്റും, ഇത് ഞാൻ നിർബന്ധമായി അവരെ പഠിപ്പിക്കും. എന്നിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് സമയം കിട്ടിയാൽ നിങ്ങൾ ഫ്രീ ആയിട്ട് അവരെ പഠിപ്പിക്കണം. അങ്ങനെയുള്ള അവസരം കിട്ടിയാലും ഞങ്ങളങ്ങനെ കുറേ അധികം ഓർഗനൈസേഷൻ്റെ പാർട്ടായിട്ടുണ്ട്. അങ്ങനെ എറണാകുളത്ത് തന്നെ ഞങ്ങളുടെ ഓർഗനൈസേഷൻ സൈക്കോളജിസ്റ്റുകളുടെ സംഘടനയുണ്ട്. അതിൽ കുറേ പേർക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് അതായത് ഡ്രോപ്പ് ഔട്ടുകളെ പോയി പിടിച്ചുകൊണ്ട് വന്നിട്ട് വിജയൻ IPS സാറാണത് ഇനിഷ്യേഷൻ എടുത്തത്. അവരെ പഠിപ്പിച്ച് വിടുന്ന ഒരു പഠിപ്പിച്ച് അവരെ അക്കാഡമിക് തലത്തിലൂടെ സ്കൂൾ ടീച്ചേഴ്സ് ഇരുന്ന് പഠിപ്പിച്ച് എക്സാം എഴുതി പാസ്സാക്കി വിടുന്ന അങ്ങനെയാണ്. അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ കടമയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതെ, തീർച്ചയായിട്ടും. ശരിക്ക് ഇപ്പൊ നമ്മുടെ കുട്ടികൾ വളർന്നു വരുന്ന ഈ നാട് നന്നായി ഇരിക്കണമെങ്കിൽ നാട്ടിലെ മറ്റുള്ള കുട്ടികളും നന്നാവണം. ഈ നന്നാവേണ്ട കുട്ടികളെ നന്നാക്കേണ്ടത് അവരുടെ പേരൻസ് ആണ്. അപ്പൊ അവര് ഇന്ന് പോകുന്ന ഫ്രസ്ട്രേറ്റഡ് ടു ബിസി ലൈഫ് ടു സർവൈവ്, ഇവിടെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ആർമി തന്നെ വേണം. ആ ആർമിയാണ് മാഡം പറയുന്ന ഈ ലൈഫ് കോച്ചേഴ്സ്. തീർച്ചയായിട്ടും. കാരണം ലൈഫ് കോച്ചിങ് എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട്ലി ഒരു സർവീസ് ആണ്. അതിനകത്ത് ഞാൻ ഒരിക്കലും ഇതൊരു കരിയറാണ് ഓഫ് കോഴ്സ്, പക്ഷെ ഒരു സർവീസ് മൈൻഡ് സെറ്റ് ഉണ്ടാകണം. ആളുകളെ അൺകണ്ടീഷണലി അക്സെപ്റ്റ് ചെയ്യാൻ കഴിയണം, നോൺ ജഡ്ജ്മെന്റായിട്ട് അവരെ കേൾക്കാൻ കഴിയണം, കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യണം, അതുപോലെ ലിസണർ ആകണം, പേഷ്യൻ്റ് ലിസണിങ് വേണം ഇവിടെ. അങ്ങനെയൊക്കെ കഴിവുണ്ടെങ്കിൽ എമ്പതറ്റിക്കലാണ്, അങ്ങനെ ഒരു കഴിവുള്ള ആൾക്ക് മാത്രമാണ് ലൈഫ് കോച്ച് ആകാൻ പറ്റുക. അല്ലെങ്കിൽ ഒരു കരിയർ ബിൽഡ് ചെയ്യാമെന്ന് പറഞ്ഞു വരുന്നവരെ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല. അല്ല, ശരിക്കും എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ പറഞ്ഞ ലിസണിങ് സ്കിൽസ്, മനസ്സിലാക്കാനുള്ള കഴിവ്, ഇതൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യും, നമുക്ക് ഭയങ്കര ചേഞ്ച് കൊണ്ടുവരും. ഞാൻ അത് വളരെ നല്ലൊരു കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. കാര്യം ഒരു ലൈഫ് കോച്ച് ആദ്യം ട്രാൻസ്ഫോം ചെയ്യുന്ന ആ വ്യക്തി തന്നെയാണ്. അതെ, കാരണം നമ്മൾ വേറെ പെർസ്പെക്റ്റീവിൽ ആക്ച്വലി
ലൈഫ് കോച്ചിങ് പഠിക്കുന്ന സമയത്ത് അയാളുടെ മുന്നിൽ കാണുന്ന അയാളെ തന്നെയാണ്, എന്നിട്ട് അയാൾ സെൽഫാണ് ആദ്യം കോച്ച് ചെയ്യുന്നത്. ആദ്യം ഇത് എൻ്റെ ലൈഫ് കോച്ചുമാരെല്ലാവരും പറയുന്നത് വളരെ ഇൻട്രോവേർട്ടായിട്ട് ക്യാമറ ഫേസ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് പേര് വന്നിട്ടുണ്ട്. പക്ഷെ അവർ പോകുന്ന സമയത്ത് വളരെ അവരെ വിസിബിലിറ്റി ഞാൻ പറയാതെ തന്നെ പിന്നെ ഡെയിലി വീഡിയോ ഇടുക, അപ്ലോഡ് ചെയ്യുക, ഇൻട്രാക്ട് ചെയ്യുക, സോഷ്യലൈസ് ചെയ്യുക. കാരണം ആ ട്രാൻസ്ഫോർമേഷൻ്റെ പ്രോസസ്സ് ഞാൻ മനസ്സിലാക്കി കാണുന്ന ഒരാളാണ്. അപ്പോൾ അത് എൻജോയ് ചെയ്യുന്നൊരു കാര്യമാണ് ലൈഫ് കോച്ചിങ്. ഇതിനകത്ത് വിസിബിലിറ്റി ഒരു ഘടകം തന്നെയാണ്. അതിൻ്റെ മാർക്കറ്റിംഗ് സൈഡിലേക്ക് വരുമ്പോൾ വിസിബിലിറ്റി ഉണ്ടായാൽ മാത്രമേ ഒരു ക്രെഡിബിലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ, ട്രസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ, എന്നാലാണ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുക. ലൈഫ് കോച്ചിങ് ആസ് എ പ്രൊഫഷനെ കുറിച്ച്, കരിയറിനെ കുറിച്ചും സംസാരിക്കാം. എന്താണ് ഇതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ? എത്ര ഏണിംഗ് പൊട്ടൻഷ്യൽ ഉണ്ട്? അതിനെന്തൊക്കെയാണ് നമുക്ക് വേണ്ടുന്ന സ്കിൽ സെറ്റ്? ഞാൻ പറയും ഒരു ലിസണർ ആകാനുള്ള കഴിവുണ്ടെങ്കിൽ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യണം, ഏതെങ്കിലും രീതിയിൽ മറ്റുള്ളവരുടെ ലൈഫിൽ ഒരു ചേഞ്ച് ക്രിയേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ, അങ്ങനെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഇതിനകത്ത് ബാക്കിയുള്ള എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ബാധകമല്ല. പക്ഷെ ഒരു ഗ്രാജുവേഷനൊക്കെ ആണെങ്കിൽ ആ ലെവലിലേക്ക് നമുക്ക് ഉയരാൻ കഴിയും. ഇപ്പോൾ എൻ്റെ ലൈഫ് കോച്ചിങ് കൊച്ചിയിൽ മാത്രമല്ല, ദുബായിൽ ഒരു ഇൻ്റർനാഷണൽ ലുക്കോട് കൂടിയാണ് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. പുതിയതല്ല, ലാസ്റ്റ് ബാച്ച് മുതൽ അങ്ങനെയാണ്. അവിടെ ദുബായിലുള്ള ഒരു ഏറ്റവും ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ അവിടെ ഒരു ക്യാമ്പസിൽ ഇത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ലൈഫ് കോച്ചിങ് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടാണ് നടത്തുന്നത്. അപ്പോൾ ഇൻ്റർനാഷണൽ പെർസ്പെക്റ്റീവിലാകുമ്പോൾ ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലാണ്. പക്ഷേ അതുകൊണ്ട് സാധാരണക്കാർക്ക് പഠിക്കാൻ പറ്റില്ല എന്നൊരു ചിന്ത ഒരിക്കലല്ല. കാരണം സാധാരണക്കാർക്കും കൂടി പഠിക്കാൻ പറ്റുന്ന രീതിയിൽ അതിൻ്റെ ഫീസ് മൊഡ്യൂൾ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ ഒരു പാഷൻ ഉണ്ടെങ്കിൽ, ലൈഫ് കോച്ചാകാനുള്ള ഒരു പാഷൻ ഉണ്ട്, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യണം എന്നൊരു പാഷൻ ഉണ്ടെങ്കിൽ, മറ്റുള്ളവരുടെ ലൈഫിലേക്ക് വാല്യൂ ആഡ് ചെയ്യാൻ തയ്യാറാണ്, അങ്ങനെ ഒരു പാഷനൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പറ്റിയ ബെസ്റ്റ് കരിയർ ലൈഫ് കോച്ചിങ്ങിന്. എത്ര ടൈം പീരീഡ് എടുക്കും ഒരാൾക്ക്? ഇപ്പോൾ ഇതിനെക്കുറിച്ച് താല്പര്യം മാത്രമുള്ള ഒരാൾക്ക് ലൈഫ് കോച്ച് ആകാൻ, സർട്ടിഫൈഡ് ലൈഫ് കോച്ച് ആകാനായിട്ട് എത്ര ടൈം പീരീഡ് എടുക്കും? 4 months 4 months 4 to 5 months. ഇപ്പോഴേ 3 to 4 months ആണ് ഫുൾ ടൈം. അല്ല, ഇത് ഓൺലൈൻ പ്രോസസ്സാണ്. കാരണം അതാണ്, അതായത് നമുക്ക് പാർട്ട് ടൈം ആയിട്ടും ഒരു 4 months മാറ്റി വെച്ചാൽ എനിബഡി ക്യാൻ ബിക്കം എ ലൈഫ് കോച്ച്. എന്തെങ്കിലും ഏജ് ക്രൈറ്റീരിയ? നോ ഏജ് ബാർ, ഏജ് ഡിഫറൻസ് എന്നൊരു കാര്യമേ ഇല്ല, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഇല്ല. എനിക്ക് തോന്നുന്നു സ്ത്രീകൾക്ക് കുറച്ച് കൂടുതലാകാൻ പറ്റും. കാരണം ഇന്നേറ്റ് ആയിട്ട് അവർക്കൊരു ഹെൽപ്പിംഗ് മൈൻഡ് സെറ്റും ഒരു ഹീലറാണ്. അതുപോലെ ഒരു ഇമോഷണലി കാര്യങ്ങൾ മനസ്സിലാക്കാൻ, കുറച്ചുകൂടെ ഇമോഷണലി കാര്യങ്ങൾ കേൾക്കാൻ തയ്യാറാണ്, എംപത്തൈസ് ചെയ്യാൻ പറ്റും. പിന്നെ മൾട്ടി ടാസ്കേഴ്സ് ആണ്. അതുകൊണ്ട് സ്ത്രീക്ക് കുറച്ചുകൂടെ ലൈഫ് കോച്ചിങ്ങിൽ കൂടുതൽ ശോഭിക്കാൻ. എൻ്റെ മെജോറിറ്റിയും സ്ത്രീകളാണ്, പക്ഷെ പുരുഷന്മാരും ഉണ്ട്. പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്നവരുണ്ട്, ഫുൾ ടൈം ആയിട്ട് ചെയ്യുന്നവരുണ്ട്. നേരത്തെ പറഞ്ഞ എമൗണ്ടിന്റെ കാര്യം പറഞ്ഞു, 5 lakhs മുതൽ 50 lakhs വരെ മന്ത്ലി ഏൺ ചെയ്യുന്നവരുണ്ട്. മന്ത്ലിയാണ് പറയുന്നത്. ഇപ്പോൾ ഒരു ഫ്രഷ് ഗ്രാജുവേറ്റിനും ജോയിൻ ചെയ്യാവുന്നത്. പക്ഷേ ഈ ഒരു പ്രോസസ്സിന് എന്ത് കോസ്റ്റ് വരും ഓൺ ആൻ ആവറേജ്? സാധാരണ ഇന്റർനാഷണൽ കോച്ചിങ് ഫെഡറേഷന്റെ ലൈഫ് കോച്ചിങ് ഗ്രാജുവേഷൻ പ്രോസസ്സിന് more than 5 lakhs വേണ്ടി വരും. അവരുടെ ഗ്രോ എന്ന് പറയുന്നൊരു ഗ്രോ മോഡലാണ് ഫോളോ ചെയ്യുന്നത്. ഞാൻ കുറച്ചുകൂടി നമുക്ക് സിംപ്ലിഫൈ ചെയ്തതും വളരെ എഫേർട്ട്ലെസ് ആയിട്ടും പഠിക്കുന്ന ഒരു മോഡലാണ്, മെത്തഡോളജി ആണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. അതിനകത്ത് സൈക്കോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും. അതുപോലെ തന്നെ സൈക്കോളജി അല്ലെങ്കിൽ ഒന്നും പറഞ്ഞുകൂടാത്ത കൗൺസിലിംഗ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാത്തവർക്ക് ബേസിക് ആൻഡ് അഡ്വാൻസ്ഡ് കൗൺസിലിംഗ് കോഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു വ്യക്തി, ഒരു സാധാരണക്കാരന് പഠിച്ചെടുക്കാൻ എളുപ്പത്തിലാണ് ഈ ഒരു മോഡ്യൂളെല്ലാം പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ചോദിച്ചത് അതിന്റെ പ്രൈസ് ആണ്. ഇത് മാക്സിമം 1 lakh മാത്രമേ വരുന്നുള്ളൂ. 4 months കോഴ്സ് എന്ന് പറഞ്ഞാൽ 25,000 ഓൺ ആവറേജ് പെർ മന്ത്. യെസ്. അത് മാത്രമല്ല, ഇതിനകത്ത് മോഡ്യൂൾ നമ്മൾ ആദ്യം തന്നെ കൊടുക്കും. ഫീസ് പേയ്മെന്റ് കഴിഞ്ഞാൽ മോഡ്യൂൾ കൊടുക്കും. രണ്ടാമത് ഇവരുടെ ട്രാൻസ്ഫർമേഷൻ ആദ്യത്തെ ഒരു 15 days നടക്കും. അവർ ആ ഒരു കോച്ചായിട്ട് പൊസിഷൻ ചെയ്യുക എന്നൊരു പ്രോസസ്സുണ്ട്. ആ കോച്ചായിട്ടൊരു പൊസിഷനിങ് കൊണ്ടുവരിക. പൊസിഷനിങ് കംപ്ലീറ്റ് ആയില്ലെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് വെക്കും. ദെൻ നമ്മുടെ ബാക്കിയുള്ള പ്രോസസ്സ് ഈ ഒരു 4 months കംപ്ലീറ്റ് ചെയ്യും. ഇവർക്ക് ഏർണിംഗ്, ഇവർ കോച്ചിങ് ചെയ്യുമ്പോഴാണല്ലോ ഇവരുടെ ഏർണിംഗ്. യെസ്. അപ്പോൾ ഓൺ ആൻ ആവറേജ് 25,000 പെർ മന്ത് ആണ് ഒരു ലൈഫ് കോച്ച് ആകാനായിട്ട് വരുന്നത്. ഇവർക്ക് ഈ ലൈഫ് കോച്ചസിന് ഏർണിംഗ് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും? അതായത് സർട്ടിഫിക്കേഷൻ കഴിഞ്ഞിട്ടാണോ പറ്റുക, എങ്ങനെയാണ്? അല്ലല്ല, അതിന് മുൻപേ തന്നെ. ഇപ്പൊ ജോയിൻ ചെയ്ത് 2ാമത്തെ മാസം മുതൽ അവർക്ക് കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യണം. കാരണം കോച്ചിങ്ങിന് നമുക്ക് പറയുന്ന മോഡൽസ്, ഡിഫറെൻറ്റ് മോഡൽസ് ഉണ്ട്. നോർമലി യൂസ് ചെയ്യുന്ന 1 to 1, 1 to many ആൻഡ് ഡിജിറ്റൽ പ്രോഡക്റ്റ്.
ദെൻ സെമിനാർസ് ആൻഡ് വർക്ക്ഷോപ്സ്. Okay. ഇപ്പം സെമിനാർസ് ആൻഡ് വർക്ക്ഷോപ്സ് ചിലപ്പോൾ എക്സ്പീരിയൻസ് ആയിട്ട് ചെയ്താൽ മതി എന്ന് ഞാൻ പറയും. കാരണം ഇതെല്ലാത്തിലും പോയി വന്ന ഒരാളാണ് ഞാൻ. കാരണം ഞാൻ ധാരാളം സെമിനാർസ് നടത്തിയിട്ടുണ്ട്, വർക്ക്ഷോപ്സ് നടത്തിയിട്ടുണ്ട്. അപ്പം എനിക്കൊന്ന് 20-ലധികം ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ട്രെയിനിങ് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് എങ്ങനെയാണ്, അപ്പം എല്ലാവർക്കും അത് പറ്റണമെന്നില്ല, എല്ലാവരുടെയും സ്കിൽസ് അങ്ങനെ ആയിരിക്കണം. അപ്പം ഞാൻ ആദ്യം സജസ്റ്റ് ചെയ്യുന്ന 1-to-1, 1-to-many-ആണ്. 1-to-1 കോച്ചിങ് അത് ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓരോ ലൈഫ് കോച്ച് വരുന്ന സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം കുറേയധികം കോൺടാക്ട്സ് ഉണ്ടാവും. ഫസ്റ്റ് 25 ക്ലയൻസിനെ ഫ്രീ ഓഫ് കോസ്റ്റ് ചെയ്യാൻ പറയും ഫോർ എക്സ്പെർട്ടീസ് ലേണിംഗ്. അവർ അതിലൂടെയാണ് പഠിക്കുന്നത്. ദെൻ 1-to-many, ഒരു 25 ക്ലയൻസ് കഴിഞ്ഞാൽ 1-to-many എന്ന് പറഞ്ഞാൽ വെബിനാർ മോഡൽ എന്നറിയാമല്ലോ, ധാരാളം സാധ്യതകളുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഏതെല്ലാം സബ്ജക്റ്റിൽ എടുക്കാൻ പറ്റും. അപ്പോൾ ഈവൻ ഒരു മോർണിംഗ് റിച്വലിനെ കുറിച്ച് അല്ലെങ്കിൽ ഹെൽത്ത് ആൻഡ് വെൽനെസ്സിനെ കുറിച്ച് അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഏരിയ ചൂസ് ചെയ്യാൻ പറയും. എന്നിട്ട് ആദ്യം ഫ്രീ വെബിനാർസ് കൊടുക്കും. ദെൻ സെയിൽസ് പിച്ച് ചെയ്യുന്ന വെബിനാർസിനെ കുറിച്ച് സജസ്റ്റ് ചെയ്യും. അവർ അതിന് പ്രാക്ടീസ് കൊടുക്കും. ദെൻ അതിലൂടെ അവർ സെയിൽസ് കൺവേർഷൻ ലീഡ് ജനറേറ്റ് ചെയ്ത് കൺവേർഷൻ നടത്തി ബിസിനസ് ചെയ്യും. അപ്പോൾ അതിന് അധികം സമയത്തിൻ്റെ ആവശ്യമില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ലൈഫ് കോച്ചിങ് ആയതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ റെഫറൻസ് വരാനുള്ള ഒരു സാധ്യതയും കൂടെ അവിടെ ഉണ്ടല്ലോ. അതെ, തീർച്ചയായിട്ടും നല്ല റെഫറൻസ് കിട്ടാനുള്ള സാധ്യത. എന്നാൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു കോച്ചാണെങ്കിൽ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, നന്നായിട്ട് സെല്ല് ചെയ്യാൻ പറ്റിയാണ്. ഓഫ് കോഴ്സ് അവിടെ ബ്രാൻഡിങ്ങിന് വലിയൊരു റോളുണ്ട്. അപ്പോൾ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അവരൊരു ടാസ്ക് തന്നെയാണ്. പക്ഷേ ഇറ്റ്സ് ഈസി. ഇന്നത്തെ കാലഘട്ടത്തിൽ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വലിയ പാടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ എത്രയോ വർഷങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം എന്നെക്കുറിച്ച് നമുക്ക് വന്ന ആർട്ടിക്കിളുകളിൽ നിങ്ങളൊക്കെ നോക്കിയിരിക്കും, ഓരോ മാഗസീൻസിൽ വരുമ്പോൾ പത്രത്തിൽ വരുന്ന ഇതൊക്കെയാണ്. പക്ഷേ ഇന്ന് സോഷ്യൽ മീഡിയയിലെല്ലാം വളരെ ഫാസ്റ്റ് ആയിട്ട്. അപ്പോൾ ആ ഒരു ബ്രാൻഡിങ് എന്ന് പറയുന്നത് വലിയ ടഫല്ല. അപ്പോൾ ഏതെങ്കിലും 3-4 സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വിസിബിൾ ആയിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു 2nd, 3rd വീക്ക് ആകുമ്പോൾ തന്നെ അതിനുള്ള പ്രാക്ടീസ് കൊടുക്കും. ഷോർട്സ്, അതുപോലെ റീൽസ് ചെയ്യുക, അങ്ങനെയുള്ള വീഡിയോ സെൽഫായിട്ട് എങ്ങനെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം. യെസ്, കണ്ടന്റ് ക്രിയേഷൻ എങ്ങനെയാണ് ബേസിക്കലി അവരുടെ ടു പുട്ട് ഡൗൺ ദെയർ നോളജ്. യെസ്, ഫസ്റ്റ് ഫേസിൽ ക്രിയേറ്റ് ആയിട്ടുള്ള കാര്യം കണ്ടന്റ് എടുക്കാം, പിന്നെ ക്രിയേറ്റീവ് കണ്ടന്റ് എടുക്കാം. അപ്പോൾ എല്ലാം കണ്ടന്റിന് നമുക്ക് സത്യമായി നമ്മുടെ ലൈഫിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ മതി. അതെ, തീർച്ചയായിട്ടും കാര്യങ്ങളാണ് നമ്മളുടെ സർക്കിളിലുള്ള ആൾക്കാർ, നമ്മുടെ ലൈഫ് അത് തന്നെയാണ്. ഓരോ മൊമെന്റും ലേണിംഗ് ആണ് ആക്ച്വലി, അല്ലേ? ഓരോ വ്യക്തികളും ഓരോ മൊമെന്റും ലേണിംഗ്. പ്രത്യേകിച്ച് ഒരു ലൈഫ് കോച്ച് ആകാൻ പഠിച്ചു കഴിഞ്ഞാൽ, ഈ ഫ്രെയിം വർക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്നിടത്തെല്ലാം നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും വാട്ട് ഈസ് ഹാപ്പനിങ്. യെസ്, കാണുന്നതിലെല്ലാം ഓപ്പർച്യൂണിറ്റീസ് അതാണ്. അപ്പോൾ അത് ഓപ്പർച്യൂണിറ്റി സീക്ക് ചെയ്യുന്നൊരു മൈൻഡിലേക്ക് അവർ മാറും. അപ്പോൾ അവരുടെ ഫോക്കസ് മാറും. ഓരോ നിമിഷവും അവർ മീനിങ് ഫുൾ ആയിട്ട് ലിവ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ വരുമ്പോൾ അവർ അസോസിയേറ്റ് ചെയ്യുന്ന ആളുകളും അങ്ങനെയുള്ളവരായിരിക്കും. അവരെ ഇവഞ്ച്വലി അവരൊരു മാഗ്നറ്റിക് പേഴ്സണാലിറ്റി ആയി മാറും. അതാണ് ഈ വളരെ കരിഷ്മ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന, വളരെ പോസിറ്റീവായിട്ടുള്ള, മറ്റുള്ളവർക്ക് എനർജി ഇമ്പാർട്ട് ചെയ്യുന്ന ഒരാളാണ് ലൈഫ് കോച്ച്. അവരെ കാണുമ്പോൾ തന്നെ ആളുകൾക്കൊരു എന്താ പറയുന്ന ഒരു അട്രാക്ഷനും ഒരു സംഭവമുണ്ട്. അങ്ങനെ ഇവോൾവ് ചെയ്യും ഓരോ ലൈഫ് കോച്ചും. അത് ഓട്ടോമാറ്റിക്കായിട്ട് വരും. കാരണം ഇന്റേണലി വരുന്ന ട്രാൻസ്ഫോർമേഷൻ്റെ അതിൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ ആണ് പുറത്ത് വരുന്നത്. അപ്പം നമ്മുടെ ഇന്റേണലി എത്രത്തോളം ഹാപ്പിയാണോ അത് ഞാൻ സ്പ്രെഡ് ചെയ്യും. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ ദേ ക്യാൻ ലീഡ് എ ബെറ്റർ ലൈഫ്. അതാണ് ഇതിൻ്റെ വളരെ വലിയൊരു പോസിറ്റീവ് സൈഡ്. ശരിക്കും ഞാൻ മനസ്സിലാക്കുന്നത്, ബീയിങ് എ ലൈഫ് കോച്ച്, ഇപ്പം ഞാനൊരു ലൈഫ് കോച്ച് ആവുകയാണെങ്കിൽ ഞാൻ എന്നെ കോച്ച് ചെയ്യാൻ ട്രെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ കാണുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഞാൻ അറിയാതെ പോയേക്കാവുന്ന സിറ്റുവേഷൻസിനെ എനിക്ക് തന്നെ വേറിട്ട് നിന്ന് മനസ്സിലാക്കി സെൽഫ് കോച്ചിങ് പ്രോസസ്സ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഹൗ മൈ ഫാമിലി ഈസ് ഫങ്ഷനിങ്, മൈ പാരൻസ്, മൈ കൊളീഗ്, മൈ സിബ്ലിങ്സ്, മൈ വൈഫ്, എൻ്റെ കുട്ടികൾ എങ്ങനെ വളർന്നു വരുന്നത്, അവരുടെ കരിയറിലേക്ക് എനിക്ക് ഒരുപാട് ലൈറ്റ് കൊടുക്കാൻ പറ്റും. വളരെ കെയർഫുൾ ആകും. അതെ, വളരെ കറക്റ്റ് ആണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ എൻവയോൺമെന്റ് ചേഞ്ച് ചെയ്യാൻ, നമ്മുടെ എംപ്ലോയീസിൻ്റെ അടുത്ത് നമുക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഭയങ്കര ട്രാൻസ്ഫർമേഷൻ ആണ്. അപ്പം ഈ ലൈഫ് കോച്ചിങ് എന്ന് പറയുന്നത്, എൻ്റെ അടുത്ത് ലാസ്റ്റ് ബാച്ചിൽ വന്ന ഒരു പാർട്ടിസിപ്പൻ്റ് പറഞ്ഞത്, എനിക്ക് ബിസിനസ് ചെയ്യാനല്ല ഞാനിത് വന്നത്, എനിക്ക് എന്നെ ട്രാൻസ്ഫോം ചെയ്യാൻ വന്നതാണെന്ന്. ആൻഡ് ഷീ ട്രാൻസ്ഫോം ലൈക്ക് എനിത്തിങ്. ഭയങ്കര ഹാപ്പിയാണ് ആള്. പക്ഷെ ഇപ്പോൾ എൻ്റെ അടുത്ത് പറയുന്നത്, ഞാനിത് ഒരുപാട് പേർക്ക് ഞാൻ ഈ സർവീസ് കൊടുക്കും. കാരണം ഇതെനിക്ക് പഠിച്ചിട്ട് വെറുതെ സർവീസാണ്. അത് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമല്ല. ഷീ ഡിഡ് ഇറ്റ്, ഷീ ഈസ് വെരി മച്ച് കൺവിൻസ്ഡ്. ഇൻ അഡീഷൻ ടു ദാറ്റ്, അവരെ കാണുന്നവർ ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഇപ്പൊ ഇത്രയും ചേഞ്ച് ഉണ്ടാകുന്നത്. ചില ആൾക്കാരോട് സംസാരിക്കുമ്പോൾ നമുക്ക് തോന്നും
ദിസ് ഈസ് വാട്ട് ഐ വാണ്ട് എന്ന് നമുക്ക് തോന്നും. കറക്റ്റ്. അവർക്ക് ചിലപ്പോൾ ഒരു ഡെസിഗ്നേഷൻ ഉണ്ടാവണമെന്നില്ല, ഒരിക്കലും ഒരു സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് വേണമെന്നില്ല, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വേണമെന്നില്ല. ചില ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് പണമില്ല, ബട്ട് അവർ കൊണ്ടു കിടക്കുന്ന മൈൻഡ്ഫുൾനെസ്സും ഹാപ്പിനെസ്സും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺബീറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ശരിക്കും ലൈഫ് കോച്ചിങ് ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ പേഴ്സണലി പറയുകയാണെന്നുണ്ടെങ്കിൽ 1 lakh സ്പെൻഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരാൾ ലൈഫ് കോച്ചിങ് ഒരു പ്രൊഫഷനായിട്ട് പോലും കാണാതെ സെൽഫായിട്ട് വേണ്ടിയിട്ട് ദേ ഷുഡ് ഓപ്റ്റ് ഇൻ. എൻഡ് ഓഫ് ദ ഡേ അവർക്ക് വളരെ മൈൻഡ്ഫുൾ ആൻഡ് ഹാപ്പി ലൈഫ് കിട്ടും. അത് 100% ഇന്ന് ഈ സിറ്റി ലൈഫിൽ ഇത്രയും ടഫ് ലൈഫിൽ ശരിക്കും പറയുന്നത് ഭയങ്കര ആവശ്യമാണ്. അതെ, മൈൻഡ്ഫുൾ ആയിട്ട് നമുക്ക് ലൈഫ് കോച്ചിങ്ങിൻ്റെ വേറൊരു പ്രത്യേക സെൽഫ് ട്രാൻസ്ഫോർമേഷൻ പറഞ്ഞതുകൊണ്ട് പറയുകയാണ്, നമ്മൾ വളരെ സൂക്ഷിച്ചായിരിക്കും വാക്കുകൾ ഉപയോഗിക്കുക. കാരണം നമ്മൾ എന്താണോ നമ്മുടെ ക്ലാസ്സിൽ പറയുന്നത്, സ്റ്റുഡൻസ് പറയുന്നത്, അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അല്ലെങ്കിൽ അത് രണ്ടും ഒരു കോൺട്രഡിക്ഷൻ വരും. ഞാൻ മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മെഡിറ്റേഷൻ നിങ്ങൾ ചെയ്യണമെന്ന് ഇൻസിസ്റ്റ് എനിക്കതിനുള്ള ഡിസർവബിലിറ്റി ഉള്ളൂ. അപ്പം ഞാൻ ഇൻറ്റഗ്രിറ്റി ഉള്ള ആളായിരിക്കണം. അതുപോലെ ഞാൻ ഈ പറയുന്ന റിച്വൽസ് ഞാൻ പറയുമ്പോൾ ഞാൻ അഫർമേഷൻ കേൾക്കുന്ന ആളോ അല്ലെങ്കിൽ പറയുന്ന ആളോ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ആളോ അല്ലെങ്കിൽ ഒരിക്കലും ഇത് എൻ്റെ വാല്യൂവിന് എഗെയിൻസ്റ്റ് അല്ലേ. അപ്പം എനിക്ക് എന്നോട് തന്നെ ഒരു സെൽഫ് ആക്സെപ്റ്റൻസിൻ്റെ പ്രശ്നം വരും. ഞാൻ അറിയാതെ എൻ്റെ സെൽഫ് ഇമേജിനെ അത് ബാധിക്കും. അപ്പോൾ ഓരോ കാര്യം നമ്മൾ ചെയ്യാത്തൊരു കാര്യം എനിക്ക് പറയാൻ പറ്റില്ല. അപ്പം ഇതൊക്കെ ചേർന്ന് വരുന്നതാണ് ഈ ജേണി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പ്യൂരിഫിക്കേഷനിലേക്ക് പഠിക്കും. സത്യം പറഞ്ഞാൽ ഞാൻ പറയാം എൻലൈറ്റൻമെന്റിലേക്ക് പോകുന്നു എന്ന് പറയാൻ എനിക്കിഷ്ടം. അതാണ് എനിക്കിഷ്ടം. കാരണം അത്രയും ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ ഇവിടെ നടക്കും. ഇറ്റ്സ് നോട്ട് ഓൾ അബൌട്ട് മണി. ആ ഒരു ഇവോൾവിങ് സ്റ്റേജ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു സുഖം ഉണ്ടല്ലോ. നമുക്കിപ്പോൾ ആരെന്ത് പറഞ്ഞാലും നമുക്കൊരു പ്രശ്നവുമില്ല, എന്ത് കമൻറ്റ് വന്നാലും നമുക്ക് പ്രശ്നം. കാരണം എൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പം ഞാൻ ചെയ്യുന്നതെല്ലാം മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആവുന്ന ശരികളാണ്. അപ്പൊ ഞാൻ എന്തിനാണ് വറി ചെയ്യുന്നത്? അങ്ങനെ റിഗ്രഷൻ ഇല്ലാതെ നമുക്ക് സന്തോഷത്തോടുകൂടി ജീവിക്കാം. പലപ്പോഴും ഇപ്പോൾ നെഗറ്റീവായിട്ട് എടുക്കണ്ട, മലയാളികളെ കുറിച്ച് പൊതുവേ പറഞ്ഞു വരുന്നത് മലയാളികൾ പൊതുവെ നെഗറ്റീവ് മൈൻഡ്സ് ഉള്ള ആൾക്കാരാണെന്നാണ് പറഞ്ഞു വരുന്നത്. പക്ഷെ ഞാൻ അങ്ങനെ പറയത്തില്ല. സത്യം പറയാം, നമ്മൾ പോസിറ്റീവ് മൈൻഡോടുകൂടി കാണുകയാണെങ്കിൽ അവരുടെ പോസിറ്റീവ് വേർഷൻ നമുക്ക് കാണാൻ പറ്റും. ഹ്യൂമൻ ബീയിങ്ങിന് നെഗറ്റിവിറ്റി ഉണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. പക്ഷേ എല്ലാ മലയാളിയുടെയും ഉള്ളിലൊരു നന്മയുണ്ട്. നമ്മൾ 2018 വെള്ളപ്പൊക്കം കണ്ടതാണ്, സുനാമി, തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ, എൻ്റെ പോസ്റ്റ് കോവിഡിൻ്റെ ടൈമിൽ നമ്മൾ കണ്ടതാണ്. ഇവരിലുള്ളിലുള്ള ആ യഥാർത്ഥ ഒരു ഏഞ്ചലിക് ആയിട്ടുള്ള വേർഷൻ അത് സപ്രസ്, അത് പുറത്ത് കാണിക്കാൻ അവർക്ക് പറ്റാത്തത് കൊണ്ടാണ്. അതാണ്, അതായത് ഈ എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ ഒരുമിച്ച് ഫൈറ്റ് ചെയ്യാൻ വി ആർ വെരി ഗുഡ്. പക്ഷെ അങ്ങനെ ഒരു കാര്യമില്ലെങ്കിൽ പിന്നെ നമ്മൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടി സമയങ്ങൾ. പർപ്പസ്, ലാക്ക് ഓഫ് ഹാവിംഗ് പർപ്പസ് ഈസ് ദ ബിഗസ്റ്റ് പ്രോബ്ലം. നമ്മൾ ലൈഫ് കോച്ചിങ്ങിന്റെ ഏറ്റവും കോറായിട്ടുള്ള ഏരിയയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമ്മൾ ഗോളിലല്ല, നമ്മൾ യഥാർത്ഥത്തിൽ ലൈഫ് കോച്ച് എന്ന് പറയുന്ന ഒരു പർപ്പസ് ഐഡന്റിഫൈ ചെയ്ത് കൊടുക്കലാണ്. അവിടെയാണ് യഥാർത്ഥ ഒരു കോച്ചിങ് പ്രോസസ്സ് നടക്കുന്നത്. ഇപ്പോൾ ഒരു ക്ലാരിറ്റി കോച്ചിങ്ങിന് വരുന്ന ഒരാൾക്ക് പോലും അവരുടെ ലൈഫിനൊരു പർപ്പസ് ഉണ്ടാകും. ഇപ്പോൾ എന്നെ സംബന്ധിച്ചോളം എൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് എത്രമാത്രം ആളുകൾക്ക് ലൈഫിൽ അവരുടെ പർപ്പസ് ഐഡൻറ്റിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റും, ക്ലാരിറ്റി കൊടുക്കാൻ പറ്റും, അതാണ്. അല്ലെങ്കിൽ ലൈഫ് കോച്ചിങ്ങിലൂടെ അവർക്കൊരു ഒത്തിരി പേരെ സെർവ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ പറ്റും, അതാണ് എൻ്റെ പർപ്പസ്. അവിടെ മണി എന്ന് പറയുന്ന കാര്യമില്ല, പർപ്പസിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുക. അങ്ങനെ ഒരു സംഭവം കൊടുക്കലാണ് ഏറ്റവും വലിയ സർവീസ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എല്ലാവർക്കും കഴിവുണ്ട്, അവിടെ എത്താനുള്ള കഴിവുണ്ട്, അത് തിരിച്ചറിയിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഐഡന്റിഫൈ യുവർ പർപ്പസ്, അതാണ് ദ കോർ സബ്ജക്ട് ലൈഫ് കോച്ചിങ്. അത് എത്തിച്ചു കൊടുക്കും നമ്മൾ. അങ്ങനെ ശരിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, എന്തിനാണ് നമ്മളിത് ചെയ്യുന്നത് എന്നൊരു ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ വരുമ്പോൾ നമ്മൾ ചെയ്യുന്നതെല്ലാം മീനിങ്ലെസ് ആയി മാറി. പക്ഷെ ആ ഒരു ഉത്തരം ഉണ്ടെങ്കിൽ തന്നെ എല്ലാം അതിലേക്ക് അലൈനായി വരും. അലൈൻമെന്റ് ആണ് കറക്റ്റ് വാക്കാണ്, അലൈൻമെന്റ് ആണ് കറക്റ്റ്. അപ്പം നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യവും പ്രോപ്പർ അലൈൻമെന്റിലേക്ക് വരണം. അപ്പം നമ്മളിപ്പോൾ ലൈഫ് കോച്ചിങ്ങിന്റെ പ്രോസസ്സിൽ നമ്മൾ ബോഡി മൈൻഡ് സോൾ ഇത് മൂന്നും ഒരു അലൈൻമെന്റിലേക്ക് വരും. അവിടെ നമ്മുടെ പർപ്പസും കൂടെ അലൈൻഡ് ആവും. അപ്പോൾ ഫോക്കസ് കംപ്ലീറ്റ് അതിലേക്കാവും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ ആക്ടിവിറ്റിക്ക് പോലും ഒരു വലിയ മീനിങ് ഉണ്ടാകും. അതില്ലെങ്കിലാണ് വലിയ കാര്യം ചെയ്താൽ പോലും എന്തിനു ചെയ്യുന്ന ചോദ്യം വരുന്നത്. ഫൈൻഡിങ് ദ പർപ്പസ്, അതിനൊരു ലൈഫ് കോച്ചിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും അല്ലേ? പലപ്പോഴും ഈ പർപ്പസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്നതാണ്, ഒരു കൺഫ്യൂഷനാണ്. എന്തുകൊണ്ടാണ് ഈ പർപ്പസ് എപ്പോഴും ബിഗ്ഗർ പെർസ്പെക്റ്റീവിൽ ആൾക്കാർ കാണുന്നത്?
അല്ല, നമുക്ക് ഗോളും ബിഗർ പെർസ്പെക്റ്റീവിലാണ് കാണുന്നതെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള എന്തൂസിയാസം കൂടും. ചെറിയൊരു കാര്യം നിസ്സാരവൽക്കരിച്ച് കളയും. എപ്പോഴും ഗോളും പർപ്പസും വിഷനും ഒക്കെ വലുതായി കാണണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നമ്മളെ സ്റ്റിമുലേറ്റ് ചെയ്യണം. നമുക്ക് അവിടെ ഈ സ്റ്റിമുലേഷന് ലൈക്ക് ഞാനിത് ചോദിക്കാനുള്ള കാരണം, ഞാൻ ഒരുപാട് പ്രാവശ്യം എന്നെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ ഞാൻ സ്റ്റിമുലേറ്റ് ആകുന്നുണ്ട്. ഞാൻ ഒരുപാട് പ്രാവശ്യം എൻ്റെ വൈഫിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ അവൾ സ്റ്റിമുലേറ്റ് ആകുന്നില്ല. അപ്പം ഞാൻ അതിനെ സ്റ്റഡി ചെയ്തപ്പോൾ അവളുടെ സ്റ്റിമുലേഷൻ വരുന്നത്, അവളുടെ പർപ്പസ് എന്ന് പറയുന്നത് ലിവിങ് എവറി ഡേ ഹാപ്പി വിത്ത് പാരൻസ് ആൻഡ് കിഡ്സ്. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഞാൻ അതിന് മേലൊരു പർപ്പസ് ആഡ് ചെയ്യാൻ നോക്കുമ്പോൾ അതിൻ്റെ ആവശ്യം അവിടെ ഇല്ല. അത് ചിലർക്ക് ചിലരുടെ പർപ്പസ് എന്ന് പറയുന്നത് അവരുടെ ചുറ്റും നിൽക്കുന്ന കുറച്ചു പേര് മാത്രം ഒതുങ്ങി നിൽക്കും. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, എന്തുകൊണ്ട് നമ്മൾ അല്ലെങ്കിൽ പർപ്പസിനെ പൊതുവെ നമ്മൾ വലിയൊരു നമ്മുടെ പർപ്പസ് എന്ന് വെച്ചാൽ നമുക്ക് ലൈഫ് ഒരുപാട് കാര്യങ്ങൾ തന്നിട്ടില്ലേ, എന്തോരം കാര്യങ്ങൾ നമ്മളിന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നു, ഒരുപാട് സുഖങ്ങളില്ലേ. ആ സുഖങ്ങൾക്ക്, ജീവിതം തന്ന ഈ സുഖങ്ങൾക്ക് നമ്മൾ തിരിച്ച് റിട്ടേൺ എന്താണ് കൊടുക്കുന്നത്? തീർച്ചയായിട്ടും. ആ ഒരു നമ്മൾക്ക് കിട്ടിയിട്ട് ഈ സുഖങ്ങളുടെ ഒരു ബാക്കി ഒരു ബാലൻസ് വരുന്ന അടുത്ത തലമുറയ്ക്ക് അല്ലെങ്കിൽ ഇപ്പോഴുള്ളവർക്കോ നമ്മൾ തിരിച്ചു കൊടുക്കാൻ കടമപ്പെട്ടവരാണ്. ആ ഒരു ഹ്യൂമാനിറ്റിക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു, അതാണ് ലാർജർ പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞത്. മറ്റുള്ളവർക്ക് വേണ്ടി എൻ്റെ ലൈഫിൻ്റെ സുഖത്തിൻ്റെ ഒരു പാർട്ട് ഞാൻ കൊടുക്കാൻ കഴിയുന്ന തലത്തിലേക്ക് നമ്മൾ മനസ്സിനെ വിശാലാക്കും. അത് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു കാര്യമാണ്. ഭയങ്കര ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ അവിടെയാണ്. ഇതുവരെയുള്ള ജേണിയിൽ എനിക്ക് മനസ്സിലായത്, ഏറ്റവും കൂടുതൽ സുഖമായിട്ട് ഉറങ്ങിയിട്ടുള്ള ദിവസങ്ങൾ ആരെങ്കിലും വന്ന് ഇങ്ങോട്ട് ഒരു നന്ദി വാക്ക് പറയുമ്പോൾ വി ഫീൽ കംപ്ലീറ്റ്. ആ ഒരു മൊമെന്റിൽ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നവർക്ക് അത് മനസ്സിലാവത്തുള്ളൂ. അതെ, ഞാൻ എത്രയോ കോച്ചിങ് സെഷൻ ഫ്രീ ഓഫ് കോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയോ. നമ്മുടെ മുന്നിൽ വന്ന് 6-7 മണിക്കൂറുകൾ ഇരുന്ന്, അതായത് ലൈഫ് രണ്ടായിട്ട് പോകും, ഡിവോഴ്സിലേക്ക് എത്തും എന്ന് 100% ഷുവർട്ടി ഉള്ള കേസ് വന്നിരുന്നവരുടെ ഫാമിലിയും അവരുടെ ചില സിറ്റുവേഷനിൽ അവരുടെ വളരെ ക്ലോസ് റിലേറ്റീവ്സും കാരണവന്മാർ അങ്ങനെയുള്ളവരൊക്കെ വന്നിരുന്നിട്ട് അവരൊരുമിച്ച് ചേർന്ന് പോകുമ്പോൾ ഒരു കേസിൽ ഒരു പെൺകുട്ടി പറഞ്ഞു, ഹസ്ബൻഡ്, പെൺകുട്ടിയാണ് ആദ്യം വന്നത്, പെൺകുട്ടി അവർക്ക് പൈസ തരാനില്ല. അപ്പോൾ ഹസ്ബൻഡ് തരത്തില്ല. അപ്പോൾ ഈ സ്ത്രീ എഴുന്നേറ്റ് തൊഴുതിട്ട് പറഞ്ഞു, ഞാൻ എന്തെങ്കിലും ഞാൻ തിരിച്ചു തരാം. എനിക്ക് ആ തിരിച്ചുള്ള എമൗണ്ട് അല്ല, കാരണം അവരൊരുമിച്ച് പോകുമ്പോൾ ആ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ വളരെ വലുതാണ്. അത് നമുക്ക് ഭയങ്കര ഹൈലൈറ്റ് ചെയ്യും. നമ്മൾ കാണുന്ന ഒരു കുടുംബം, ഇല്ലെങ്കിൽ ആ പെൺകുട്ടി ഒരു പക്ഷേ എവിടെ എത്തും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ കാരണം ഒരു കുടുംബം, അത് ചിലപ്പോൾ നാളെ കുറച്ച് നല്ല മക്കളുണ്ടാകാം, നാളെ ഒരു വളരെ സന്തോഷത്തോടുകൂടി ജീവിക്കാം, അവരൊരുപാട് നന്മകൾ ചെയ്തേക്കാം, ഒരുപാട് ചിലപ്പോൾ ഒരു ട്രാൻസ്ഫർമേഷൻ അവർക്ക് ഈ ഒരു ഇങ്ങനെ ഒരു ട്രോമയിലൂടെ കടന്നു പോകുമ്പോൾ അവരുടെ രണ്ടുപേരുടെ ലൈഫിൽ ഉണ്ടാകാം. അപ്പം അതിനൊക്കെ നമ്മളൊരാൾ കാരണമാകാമെന്ന് വലിയ കാര്യമില്ല. അങ്ങനെ നിരവധി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഫെയിലിയറിനേക്കാളും സക്സസ് സെലിബ്രേറ്റ് ചെയ്യാനാണ് ബുദ്ധിമുട്ട് എന്ന് പറയും അല്ലേ? സക്സസിനെ ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? ഈ ഓരോ ഹാപ്പി കസ്റ്റമർ പോകുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആ ഒരു ഫീൽ, ഭയങ്കര ഫീൽ, അതിനെ എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യാറ്? ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പം അതൊരു കോമൺ സംഭവമായി മാറി. എനിക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ഭയങ്കര. അപ്പോൾ അവർ പറയുന്ന വാക്കുകൾ, അവർ എന്നോട് ഇങ്ങനെ തരുന്ന ഫീഡ്ബാക്കുകൾ, അല്ലെങ്കിൽ അവർ പോയിട്ട് പിന്നെ അവർ കാണാൻ വരില്ല, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അതൊക്കെ ഒരു എനിക്ക് കോമണായി മാറി. ഒരിക്കലും അതൊന്നും എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നില്ല ഇപ്പോൾ. ഡു യു ജസ്റ്റ് ബ്രീത്ത് ഇറ്റ് ഔട്ട്? മെഡിറ്റേഷൻ ഡെയിലി ചെയ്ത് നമുക്ക് സന്തോഷവും അല്ലെങ്കിൽ ഫെയിലിയറും അല്ലെങ്കിൽ ഡ്രോബാക്സും സെറ്റ് ബാക്സും എല്ലാം ഒരു ന്യൂട്രൽ ഇമോഷനിൽ കൊണ്ടുപോകാനുള്ള ആ ഒരു മെച്യൂരിറ്റിയോ അതിനെന്താ പറയേണ്ടത്, ആ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തിക്കഴിയും കുറേ ആകുമ്പോൾ. അത് ഒരു നല്ല സുഖമുള്ളൊരു ഇതാണ്. ഒന്നും നമ്മളെ കൂടുതൽ ദേഷ്യം വന്നാലും ഒരുപാട് ആങ്കർ ആകാതിരിക്കുക, അല്ലെങ്കിൽ ആർഗ്യുമെന്റിലേക്ക് പോകാതിരിക്കുക. ബുദ്ധൻ പറയുന്ന മാതിരി സ്റ്റേബിൾ ആയിരിക്കുക, നോട്ട് ഹാപ്പി നോട്ട് സാഡ്. അത് നല്ലൊരു അതൊരു ട്രാൻസ്ഫർമേഷൻ പോയിന്റിലാണ് നമുക്ക് എത്താൻ കഴിയുന്നത്. അവിടെ നമുക്ക് നമ്മളെ കൺവിൻസ് ചെയ്യിക്കാനുള്ള ഇന്റേണലി ആൻഡ് എക്സ്റ്റേണലി, ഇന്റേണലി നമ്മൾ ഓക്കെയാണ്. എന്ത് പ്രശ്നം വന്നാലും. ഞാനത് ചോദിക്കാൻ കാരണം, പലപ്പോഴും ചെറിയൊരു അച്ചീവ്മെന്റ് പോലും ഒരു വലിയ സെലിബ്രേഷനിലേക്കാണ് ഇന്ന് സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സെലിബ്രേഷൻ്റെ അവസാനം വീണ്ടും ഡിപ്പാണ്. അപ്പോൾ ഇതൊരു ഓസിലേഷൻ പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഹൗ വി മേക്ക് ഇറ്റ്, എന്താ പറയുക, ന്യൂട്രൽ എന്നുള്ള വാക്കാണോ, അല്ലെങ്കിൽ അതിനെ എങ്ങനെ ഉൾക്കൊള്ളും? ആ ഒരു സക്സസ് ആണെങ്കിലും ബാഡ് എക്സ്പീരിയൻസ് ആണെങ്കിലും ഹൗ ഡു വി ടേക്ക് ഇറ്റ് എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് നമ്മൾക്ക് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ഓരോ പേഴ്സൺ ടു പേഴ്സൺ ഡിഫറെൻ്റ് ആണ്.
ചിലർക്ക് ഭയങ്കര അടിച്ച് പൊളിച്ച് കേക്ക് കട്ട് ചെയ്ത് കൂട്ടുകാരെയൊക്കെ വിളിച്ച് പറഞ്ഞ്. ഞാൻ എൻ്റെ സക്സസും ഫെയിലിയറും ഒന്നും ഞാൻ അങ്ങനെ ചെയ്യാറില്ല. രണ്ടും ഒരേപോലെ. ഒരുപക്ഷെ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും എൻ്റെ മറ്റുള്ളവർ പോലും അറിയുന്നത്. ഈവൻ ഫെയിലിയർ വന്നാലും ഒക്കെ ഞാൻ കുറച്ച് ഒരു തനിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് നേരം ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന എൻ്റെ അസോസിയേഷനാണ്. എൻ്റെ അസോസിയേഷൻ ഞാൻ വളരെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അത് ഈ ഒരു ലൈഫ് കോച്ചിങ്ങിന് വന്നതിന് ശേഷമാണ്. അപ്പോൾ ഐ ആം കംഫർട്ടബിൾ വിത്ത് മീ എന്നുള്ളത്. അപ്പോൾ എനിക്കൊരു പ്രശ്നമില്ല. അപ്പോൾ ഞാൻ തന്നെ അതിൻ്റെ ഒരു സൊല്യൂഷൻ ഇറ്റ്സ് ഓക്കെ. അപ്പോൾ എന്നോട് തന്നെ സെൽഫ് ടോക്ക് ധാരാളം ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഓക്കെ, അത് സാധാരണ എല്ലാവരും സെൽഫ് ടോക്ക് ചെയ്യും, പക്ഷെ ഞാൻ ഉറക്കെ സംസാരിക്കും എന്നോട് ചില സമയങ്ങളിൽ. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം തരുന്നതാണ്. ഇറ്റ്സ് ഓക്കെ, അങ്ങനെ പോകും. ഭയങ്കര നല്ലൊരു കാര്യമാണ്. ഞാനും അത് ആഗ്രഹിക്കുന്നത്, ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. ലൈക്ക് പല കമ്പനീസിനേക്കാളും നല്ലത് സെൽഫായിട്ടുള്ള കമ്പനിയാണെന്നൊരു തോന്നുന്നുണ്ട്. പലപ്പോഴും ഞാൻ ഉറങ്ങി തീർക്കുകയാണ് ചെയ്യുക. അതായത് ഒരു പോസിറ്റീവായിട്ടുള്ള സംഭവം നടന്നാലും നെഗറ്റീവായിട്ടുള്ള സംഭവം നടന്നാലും ഒരു അരമണിക്കൂർ ഉറങ്ങി ശാന്തമാക്കി മൈൻഡിനെ ബോഡീനെ കാം ചെയ്തിട്ട്. അത് നല്ലൊരു കാര്യമാണ്. ബോഡി മൈൻഡിന് റെസ്റ്റ് കൊടുക്കുക. നമ്മളെ സിസ്റ്റം ഇപ്പോൾ കമ്പ്യൂട്ടറിലാണല്ലോ ധാരാളം സിസ്റ്റം ഹാങ് ആകാതെ സൂക്ഷിക്കണമെങ്കിൽ നമ്മൾ റെസ്റ്റ് കൊടുക്കുക. അതേപോലെ നമ്മുടെ അതെന്താ ചില സമയത്ത് നമുക്ക് പ്രൈഡ് ഫീൽ ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം ഞാൻ എന്നുള്ള ചിന്ത ഉള്ളിൽ വരും. ഞാൻ വലിയ സംഭവം. അപ്പോൾ അത് നമുക്ക് ഗുണം ചെയ്യില്ല. മാത്രമല്ല അതിന് ലിമിറ്റ് ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ കൂടുതൽ മോശം തലങ്ങളിലേക്ക് നമ്മളെ പൊക്കി അവസാനം നമ്മളെ സഹിക്കാൻ മറ്റുള്ളവർക്ക് പറ്റാത്ത സിറ്റുവേഷൻ വരും. അപ്പോൾ അതങ്ങ് ഉറങ്ങി തീർക്കുക, ഒരു കം ബാക്ക് ടു നോർമാലിറ്റി എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്, നല്ല പ്രാക്ടീസാണ്. ഇപ്പം നമ്മൾക്ക് നമ്മുടെ ബോഡിയെക്കുറിച്ചും നമ്മളെ മൈൻഡിനെ കുറിച്ചും നമ്മളുടെ ഇമോഷൻസിനെ കുറിച്ചും ഫീലിങ്സിനെ കുറിച്ചും നമ്മൾ അറിയുന്ന പോലെ വേറെ ആർക്കും അറിയില്ല. പക്ഷെ നമ്മൾ അറിയണം. ആ അറിയലാണ്, ആ ഒരു കോൺഷ്യസ്നെസ് ആണ് നമ്മൾ ഓരോ വ്യക്തിയുടെയും വിജയത്തിന്റെ ബേസ് എന്ന് ഞാൻ പറയും. ഞാൻ മാഡത്തിനോട് പറയാണ്, ലൈഫ് കോച്ചിങ് എന്ന് പറയുന്നത് എല്ലാ വീട്ടിലും ഒരു ലൈഫ് കോച്ച് വേണം. തീർച്ചയായിട്ടും വേണം. ഈ ഒരു ലൈഫ് കോച്ചിങ് സ്കൂൾ ഡോക്ടർ ലിസി റൺ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സ്കൂളിൽ എല്ലാ വീട്ടിൽ നിന്നും ഒരാൾ പങ്കെടുക്കട്ടെ. അങ്ങനെയാണെങ്കിൽ വളരെ ഹാപ്പി പീസ്ഫുൾ ലൈഫ്. ഇറ്റ് മേക്സ് ഡിഫറൻസ്. ബിക്കോസ് ഒരു ഫാമിലി എന്ന് പറയുന്നത് നെറ്റ്വർക്ക് പോലെയല്ലേ, കണക്റ്റഡ് ആണല്ലോ. ഒരു ഫാമിലിയിലെ പ്രശ്നം മറ്റുള്ള ഫാമിലികളിലേക്ക് സ്പ്രെഡ് ആവും. അപ്പോൾ ബിസിനസ്സിൽ ഇപ്പം ഫാമിലി നന്നായിട്ട് റിലേഷൻഷിപ്പ് നല്ലതല്ലെങ്കിൽ ബിസിനസ്സിനെ അത് ബാധിക്കും. കോൺസെൻട്രേഷൻ കിട്ടില്ല, അവർക്ക് ഫോക്കസ് പോകും. അപ്പോൾ ബേസിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഏറ്റവും സ്ട്രോങ് ആയിരിക്കണം. അവിടെ ഒരു ഇൻറ്റിമസി ഉണ്ടാകണം, ഒരു ബോണ്ടിങ് ഉണ്ടാകണം ഹസ്ബൻഡ് ആൻഡ് വൈഫ് തങ്ങളിൽ. അതില്ലെങ്കിൽ അവരുടെ കരിയറിലും ബിസിനസ്സിലും ഒക്കെ അത് വരും. അതുകൊണ്ടാണ് ഈ പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഓരോ വീട്ടിലും ഒരു ലൈഫ് കോച്ച് വേണം. അതെ, മാൻഡേറ്ററി ആണ്. അപ്പോൾ ലൈഫ് കോച്ചിങ് പ്രോഗ്രാം എന്തായാലും വളരെ നല്ലൊരു സർവീസായിട്ട് തന്നെ ഞാൻ കാണുന്നത്. പിന്നെ ഈ 25,000 in a month for 4 months, like it's a very reasonable price. It's not a big price. നമ്മൾ അതിൻ്റെ റിസൾട്ട് മനസ്സിലാക്കുമ്പോൾ അതൊരു പ്രൈസേ അല്ല ആക്ച്വലി. അപ്പോൾ എന്തായാലും ഒരുപാട് ലൈഫ് കോച്ചസിനെ ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. നമ്മുടെ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ എന്നാലാകുന്ന സഹായത്തിന് ഞാനും തയ്യാറാണ്. അപ്പോൾ കാരണം ഇത് നമുക്ക് ജീവിക്കേണ്ട മണ്ണാണ്, നമ്മുടെ കുട്ടികൾക്ക് ജീവിക്കേണ്ട മണ്ണാണ്. അപ്പോൾ ഈ മണ്ണിൽ നല്ല മനുഷ്യരും നല്ല ചെടികളും വളർത്തേണ്ടത് നമ്മളുടെ കടമയാണ്. സോ ലെറ്റ്സ് വർക്ക് ടുഗദർ ഓൺ ദാറ്റ്. ആൻഡ് ഈ ഗ്രോത്ത് ടോക്സിൽ വന്നതിന് ഒരുപാട് നന്ദി. എന്തെങ്കിലും വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ ഒരു മെസ്സേജ് ക്യാമറയിൽ നോക്കിയിട്ട്. താങ്ക് യു സോ മച്ച്. ഗ്രോത്ത് ടോക്കിലേക്ക് വരാൻ കഴിഞ്ഞത്, ഇത്രയും നേരം സുബിലാലയോട് സംസാരിക്കാൻ കഴിഞ്ഞത് വലിയൊരു കാര്യമായിട്ടും ഭാഗ്യമായിട്ടും ഒക്കെ ഞാൻ കാണുകയാണ്. വളരെ ഇൻസൈറ്റ് ഉള്ള ചോദ്യമായിരുന്നു. നന്നായിട്ട് എൻജോയ് ചെയ്ത ഒരു സെഷനാണ്. ഹ്യൂമൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇമ്മൻസാണ്. നിങ്ങളാരും നിങ്ങളുടെ കഴിവുകളെ വെറുതെ വേസ്റ്റാക്കി കളയരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏത് മേഖലയിലാണ് നിങ്ങളുടെ കഴിവുള്ളതെന്ന് നിങ്ങൾ പ്രവർത്തിച്ച് നോക്കുമ്പോഴാണ് അറിയാൻ കഴിയുക. നിങ്ങളുടെ പാഷൻ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോഴാണ് അറിയാൻ കഴിയുക. തീർച്ചയായിട്ടും ഒരു ക്ലാരിറ്റി ഉണ്ടാകണമെങ്കിൽ മുന്നോട്ട് പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഓരോരുത്തരും ഒരു ലൈഫ് കോച്ചിനെയോ ഒരു മെൻറ്ററിൻ്റെയോ സഹായം തേടണം. നിങ്ങൾ വർക്ക് ചെയ്യണം, ആക്ഷൻ എടുക്കുന്ന ആളായി മാറണം. സക്സസ് നിങ്ങളുടെ ഒരു ശീലമാക്കി മാറ്റണം. എല്ലാവർക്കും ഒരു കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാഡം, താങ്ക് യു. ആൻഡ് മൈ ഡിയർ ഓഡിയൻസ്, ലൈഫ് കോച്ചിങ് ഒരു പ്രൊഫഷൻ ഒന്നുമല്ല. ലൈഫ് കോച്ചിങ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും മാൻഡേറ്ററി ആയിട്ട് വേണ്ടുന്ന കാര്യം. നമുക്ക് നമ്മളെ കോച്ച് ചെയ്യാൻ സാധിക്കണം. നമ്മളെ കോച്ച് ചെയ്ത് നമ്മളെ നല്ല രീതിയിൽ എത്തിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പേരിൽ അത് ഇമ്പാക്റ്റ് കൊണ്ടുവരാനായിട്ട് സാധിക്കും. എസ്പെഷ്യലി യുവർ ഫാമിലി, ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്, യുവർ എംപ്ലോയീസ് or whoever is around with you. Right. So I think you had a very great insightful session from Dr. Lizzie, and thank you for watching till the end, and see you in the next
സെഷൻ. ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ, ബൈ.